ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഗിരീഷ് കർണാടിൻ്റെ നാഗമണ്ഡല. Speaking about the author Girish Karnad, his lifespan extends from 1938 up to 2019. He died in 2019. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം ഒരു ഇന്ത്യൻ ആക്ടറാണ്. ഹി വാസ് എ പോപ്പുലർ ഇന്ത്യൻ ആക്ടർ, ഫിലിം ഡയറക്ടർ, കന്നഡ റൈറ്റർ ആൻഡ് ഓൾസോ എ പ്ലേ റൈറ്റ്. And he rose as a playwright during 1960s. And അദ്ദേഹത്തിൻ്റെ മറ്റ് കോണ്ടംപററീസ്, ഇന്ത്യൻ പ്ലേ റൈറ്റിങ്ങിലുള്ള മറ്റ് കോണ്ടംപററീസ് ആയിരുന്നു writers like Badal Sarkar, who explored in the field of Indian drama in Bengal, then Vijay Tendulkar in Marathi, and then Mohan Rakesh in Hindi. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കോണ്ടംപററീസ് ആയിരുന്നു. ബാദൽ സർക്കാർ in Bengal, Vijay Tendulkar who wrote Marathi plays, then Mohan Rakesh in Hindi. Girish Karnad has received numerous awards and recognitions. Just name a few. ഒന്ന് ജ്ഞാനപീഠ് അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് 1998 ജ്ഞാനപീഠ്. then സംഗീത് നാടക് അക്കാഡമി അവാർഡ് in 1972. സംഗീത് നാടക് അക്കാഡമി അവാർഡ് in 1972. then Padma Shri in 1974. Padma Shri in 1974. Padma Bhushan in 1992. Padma Bhushan in 1992. Then Kannada Sahitya Parishat Award in 1992. Sahitya Academy Award in 1994. Kannada Sahitya Parishat Award 1992. Then Sahitya Academy Award in 1994. പിന്നെ അദ്ദേഹത്തിന് 4 ഫിലിം ഫെയർ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പോപ്പുലർ വർക്ക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ് ഹിസ് ഫസ്റ്റ് വർക്ക് വാസ് യയാത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വർക്ക്. ദെൻ ഹി റോട്ട് ഹിസ്റ്റോറിക്കൽ പ്ലേ കോൾഡ് തുഗ്ലക്. ഓക്കെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മുഹമ്മദ് ബിൻ തുഗ്ലക്, ഹു വാസ് ഡൽഹി സുൽത്താനേറ്റ് റൂളർ. ദെൻ ഹി റോട്ട് ഹയവദന. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം കഥാസരിത് സാഗറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഹയവദന. ഹയവദനയെക്കുറിച്ച് തന്നെ മറ്റൊരു റൈറ്റർ, ട്രാൻസ്പോസ്ഡ് ഹെഡ് എന്ന് പറഞ്ഞ് തോമസ് മാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള പ്ലേ അദ്ദേഹത്തിൻ്റേത് നാഗമണ്ഡലയാണ്. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് പ്ലേ വിത്ത് കോബ്ര. നാഗമണ്ഡല, പ്ലേ വിത്ത് കോബ്ര. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1988. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു വർക്ക്സ് ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ തലേദണ്ഡ ഉണ്ട്, അഗ്നിമട്ടുമാലെ, otherwise known as the fire and the rain. Okay, അഗ്നിമട്ടുമാലെ, ഫയർ ആൻഡ് ദ റെയിൻ. അഗ്നിമട്ടുമാലെ പിന്നീട് ഫിലിമായിട്ട് ഒരു ഹിന്ദി ഫിലിമായിട്ട് ഇറങ്ങിയായിരുന്നു. ഇറ്റ്സ് നെയിം ഇസ് അഗ്നിവർഷ. ഓക്കെ, so these are his popular works: യയാതി, തുഗ്ലക്, ഹയവദന, നാഗമണ്ഡല, തലേദണ്ഡ, അഗ്നിമട്ടുമാലെ, etc. Okay, now speaking about Girish Karnad, he was a follower of dramatic tradition based on ഭരതാസ് നാട്യശാസ്ത്ര. ഓക്കെ, ഭരതമുനിയുടെ നാട്യശാസ്ത്രയിൽ നിന്ന് ഒരുപാട് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് അദ്ദേഹം എഴുതിയിരുന്നത്. അതുപോലെ തന്നെ ഹി വാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇന്ത്യൻ എപ്പിക്സ് ലൈക്ക് മഹാഭാരത ആൻഡ് രാമായണ. ഓക്കെ, ആൻഡ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഡിക്റ്റം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഡ്രാമയിലൂടെ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ ഈ 4 കാര്യങ്ങൾ ഉപസംഹരിച്ചു വേണം ഡ്രാമ. ഐ എം സോറി ഇഫ് ഐ എം മേക്കിംഗ് എനി മിസ്റ്റേക്സ്. ഇത് 4 ചേർന്നതാവണം ഡ്രാമ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ ഈ 4 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ എഴുതിയിരുന്നത്. ഓക്കെ, ആൻഡ് ഹിസ് പ്ലേസ് ആർ ഓൾവേസ് റൂട്ടഡ് ഇൻ മിത്തും ഫോക്ലോറും പുരാണവും എല്ലാം ചേർന്നതാണ് അദ്ദേഹത്തിൻ്റെ writings എല്ലാം. Okay, now speaking about Nagamandala is based on oral tales from Karnataka. അദ്ദേഹം കർണാടക AK രാമാനുജൻ്റെ അടുത്ത് നിന്ന് കേട്ട കഥകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം നാഗമണ്ഡലം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർക്ക് അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്യുന്നതും AK രാമാനുജനാണ്. ഓക്കെ, ഹയവദന നേരത്തെ പറഞ്ഞ പോലെ കഥാസരിത് സാഗറിൽ നിന്ന് എടുത്തതാണ്. യയാതി, ഫയർ ആൻഡ് റെയിൻ ഇതെല്ലാം മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പുരാണത്തിൽ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു, പുരാണത്തിലും മിത്തുകളിലും. അതുപോലെ തന്നെ സ്പെഷ്യലി ഇന്ത്യൻ എപ്പിക്സ് മഹാഭാരത, രാമായണം ഇതിൽ നിന്നൊക്കെ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പകുതി കഥകളും എഴുതിയിരുന്നത്.
അതുപോലെ തന്നെ ഐ എം റിപ്പീറ്റിംഗ് വൺസ് അഗൈൻ, നാഗമണ്ഡല അദ്ദേഹം AK രാമാനുജത്തിൽ നിന്ന് കേട്ട കഥ ആയതുകൊണ്ട് തന്നെ ഈ വർക്ക് അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതും AK രാമാനുജത്തിനാണ്. അപ്പോൾ ആക്ട് 1 സോ ഇത്രയും ഭാഗമാണ് പ്രൊലോഗ്. നേരത്തെ പറഞ്ഞ ഭാഗങ്ങളാണ് പ്രൊലോഗ്. ഇനി ആക്ട് 1 കടക്കുകയാണ്. ഇപ്പോൾ ഒരു വീടാണ് സെറ്റിംഗ്. വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ആൻഡ് ഹില്ലുണ്ട്. ഓക്കെ, ഒരു ആൻഡ് ഹില്ലുണ്ട്. പിന്നെ ഒരു ചെറിയ ബാത്റൂം, കിച്ചൺ, ഒരു ബെഡ്റൂം. ഓക്കെ, ഇത്രയുമുള്ള ഒരു ചെറിയ വീടാണ്. അപ്പോൾ ഈ സ്റ്റോറി ആൻഡ് ദ സോങ് കഥ പറഞ്ഞ് തുടങ്ങുകയാണ്. ഓക്കെ, സോ ഇവരുടെ കഥയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് റാണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ഷീ ഈസ് ഓൺലി ഡോട്ടർ ഓഫ് ഹർ പേരൻസ്. ഓക്കെ, ആൻഡ് ഹർ പേരൻസ് ലവ്ഡ് ഹർ സോ മച്ച് ദാറ്റ് വെൻ ഷി വാസ് ബോൺ ദേ നെയിംഡ് ഹർ ആസ് റാണി. ഓക്കെ, റാണി മീൻസ് ക്വീൻ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അവരുടെ മകൾക്ക് അവരെ റാണി എന്ന് പേരിടുന്നു. അപ്പോൾ റാണിക്ക് വളരെയധികം വളരെ നീണ്ട മുടിയുണ്ട്. ഷീ ഹാസ് ലോങ് ട്രെസ്സസ് വിച്ച് ഇസ് ടൈഡ് അപ്പ് ഇൻ എ നോട്ട്. ഓക്കെ, അപ്പോൾ ഈ വളരെ നീണ്ട മുടിയുണ്ട്. ഇത് പിന്നി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നി കഴുത്തിൽ ഇങ്ങനെ കേൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ ഒരു പാമ്പ് ഇങ്ങനെ കഴുത്തിന് ചുറ്റും ചുറ്റിക്കിടക്കുന്നതായിട്ട് മുടി കണ്ടാൽ തോന്നുള്ളൂ. ഓക്കെ, സോ റാണി പ്രായപൂർത്തിയായപ്പോഴേക്കും റാണിയെ കല്യാണം കഴിപ്പിക്കുന്നു. ഷീ ഈസ് മാരീഡ് ടു അപ്പണ്ണ. ഓക്കെ, എ മാൻ കോൾഡ് അപ്പണ്ണ. ഈ നെയിം സിഗ്നിഫിക്കൻ്റ് ആണ്. Appanna, the term means any man. Okay, so Appanna can be any man because since he is criticizing patriarchy, ഏതൊരു മനുഷ്യനും അപ്പണ്ണയെ പോലെ ആണ് എന്നായിരിക്കാം അദ്ദേഹം ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ഇവർ രണ്ടുപേരും അപ്പണ്ണയെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ അപ്പണ്ണ റാണിയുമായിട്ട് അപ്പണ്ണയുടെ നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ അപ്പണ്ണയ്ക്ക് പേരൻസ് ഒന്നുമില്ല. ഓൺലി ദീസ് കപ്പിൾ ഇസ് അറ്റ് ഹോം. ഓക്കെ, സോ അപ്പണ്ണ റാണിയെ വീട്ടിലാക്കിയിട്ട് റാണിയോട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് റാണിയെ പുറത്തു നിന്ന് പൂട്ടിയിട്ട് അപ്പണ്ണ പോകുന്നു. ഓക്കെ, സോ റാണി ഈസ് ലോക്ക്ഡ് ഫ്രം ദി ഔട്ട്സൈഡ് ആൻഡ് സിൻസ് ഷീ ഈസ് ഓൾ അലോൺ ഷീ സ്റ്റാർട്ട് സ്പീക്കിംഗ് ടു ഹെർ സെൽഫ്. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഭർത്താവില്ല. അപ്പോൾ ഇവരോട് തന്നെ ഈ പെൺകുട്ടിയോട് തന്നെ സംസാരിക്കുന്നു. ഇപ്പോൾ ഒരു പരുന്ത് വന്നിട്ട് ഇവളെ 7 കടലിനക്കരെ അല്ലെങ്കിൽ 7 കരയ്ക്കക്കരെ തന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവളുടെ പേരൻസിൻ്റെ അടുത്ത് കൊണ്ടുപോകും എന്നൊക്കെ ഇവളിങ്ങനെ ഡ്രീം ചെയ്യുകയാണ്. ഓക്കെ, സോ അപ്പണ്ണ എല്ലാ ദിവസവും ഇതൊരു പതിവായി മാറി. അപ്പണ്ണ എല്ലാ ദിവസവും വന്ന് ഇവരെ രാത്രി പൂട്ടിയിട്ടിട്ട് പകൽ മുഴുവൻ പൂട്ടിയിട്ടിട്ട് രാത്രിയും വരില്ല. അയാൾ പിറ്റേ ദിവസം ഉച്ചയാകുമ്പോൾ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അയാൾ പിന്നെയും പൂട്ടിയിട്ടിട്ട് പോകും. ഓക്കെ, ഇങ്ങനെയായി റാണിയുടെ ഓരോ ദിവസവും മാറി. അപ്പോൾ റാണിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. അപ്പോൾ റാണി അത് ഇയാളോട് പറയുമ്പോൾ ഒന്നും ഇയാളത് കാര്യമായിട്ട് ഗൗനിക്കില്ല. അങ്ങനെ ഇവൾ സ്വയം ഇമാജിൻ ചെയ്യുകയാണ്, ഒറ്റയ്ക്കിരുന്ന് ഇമാജിൻ ചെയ്യാണ് ഇവൾ പേരൻസിൻ്റെ കൂടെയാണ്. പേരൻസ് തന്നെ എംബ്രേസ് ചെയ്യുന്നു, പേരൻസ് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് ഭയക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ചെറിയ പെൺകുട്ടിയാണ്. അപ്പോൾ ഇവളിങ്ങനെ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവളുടെ സ്വപ്നങ്ങളിൽ ഇങ്ങനെ ഒരു സ്റ്റാഗ് ഇസ് എ STAG, മെയിൽ ഡിയർ. ഓക്കെ, ഒരു മെയിൽ ഡിയർ വന്നിട്ട് റാണിയെ കൂട്ടിക്കൊണ്ട് പോകാം എന്നൊക്കെ സ്വപ്നങ്ങളിൽ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ റാണി പോകാൻ സമ്മതിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ വേറെ 2 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഉള്ളത് കപ്പണ്ണ ആൻഡ് കുരുദവ. ഓക്കെ, കുരുദവ എന്ന് പറയുന്നത് ഒരു ഓൾഡ് ബ്ലൈൻഡ് ലേഡിയാണ്. കുരുദവയുടെ മകനാണ് കപ്പണ്ണ. കുരുദവയ്ക്ക് കണ്ണ് കാണില്ല. അപ്പോൾ വിക്രമാദിത്യനും വേതാളവും ഒക്കെ പോലെ ഈ കുരുദവയെ തോളിൽ വെച്ച് എടുത്തുകൊണ്ട് നടക്കുകയാണ് കപ്പണ്ണ എപ്പോഴും ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇവർ ട്രാവൽ ചെയ്യുന്നത്. സോ കപ്പണ്ണ ഇൻ ഹിസ് 20s ആൻഡ് ഹീസ് എ സൺ ഓഫ് കുരുദവ. ഓക്കെ, സോ ഈ കുരുദവ എന്ന് പറയുന്നത് അപ്പണ്ണയുടെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അപ്പണ്ണയുടെ അമ്മ മരിച്ചുപോയി. അപ്പോൾ കുരുദവ ഇപ്പോൾ ഇത് തൻ്റെ ഡ്യൂട്ടി ആയിട്ടാണ് കാണുന്നത്. അപ്പണ്ണയ്ക്ക് നല്ലൊരു ലൈഫുണ്ടോ എന്നൊക്കെ അറിയേണ്ടത് തൻ്റെ ഒരു കടമയായിട്ടാണ് കാണുന്നത്. കാരണം തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മകനാണല്ലോ. അങ്ങനെ അപ്പോൾ അവരെന്താ പറയുന്നത് വെച്ചാൽ ന്യൂ ഫ്ലെയിം സേസ് ദാറ്റ് ഇവരുടെ വീട്ടിൽ ഇവരൊരു ഓൾഡ് മാൻ്റെയും ഓൾഡ് വുമൻ്റെയും വീട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ ഈ ഓൾഡ് വുമൺ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ച് അവരുടെ ഭർത്താവിൻ്റെ റൂമിലേക്ക് കയറിയപ്പോൾ വളരെ യങ് ആയിട്ടുള്ള ഒരു സ്ത്രീ വളരെയധികം ഒരു റിച്ച് സാരി ഒക്കെ ഉടുത്ത് വളരെയധികം
ആഡംബരമായിട്ടൊക്കെ വേഷം ധരിച്ച ഒരു സ്ത്രീ ഭർത്താവിൻ്റെ മുറിയിൽ നിന്ന് പ്രായമായ ഭർത്താവിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടു എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവരിത് കാണുകയാണ്, ഈ ഓൾഡ് വുമൺ ഇത് കാണുകയാണ്. അപ്പോൾ ഇവർ ഭർത്താവിനോട് ചെന്ന് ചോദിക്കുന്നു, ഭർത്താവ് ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അയാളെ വിളിച്ചുകൊണ്ടിട്ട് ഇത് ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ന്യൂ ഫ്ലെയിം പറയുകയാണ് ഇത് ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സ്ത്രീ ആരാണ് എന്ന്, ഈ യങ് വുമൺ ആരാണ് എന്ന് പറയുകയാണ്. ദാറ്റ് ഈസ് ദിസ് ഓൾഡ് വുമൺ ന്യൂ എ സ്റ്റോറി ആൻഡ് എ സോങ്. ഈ ഓൾഡ് വുമണിന് ഒരു കഥയും കവിതയും അറിയാമായിരുന്നു. ഇവർ ഈ കഥയും കവിതയും ആരോടും പറയാതെ, കഥയും കവിതയും ഒക്കെ എന്താണ് നമ്മൾ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവരിത് ആരോടും പറയാതെ, ആരോടും ഷെയർ ചെയ്യാതെ ഇവരുടെ ഉള്ളിൽ തന്നെ ഈ സ്റ്റോറിയും സോങ്ങിനെയും ഇവർ സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ ഒരു ദിവസം ഇവർ ഉറങ്ങി. അപ്പോൾ ഇത് ഇവരുടെ അകത്തിരുന്ന്, ഇവരുടെ ശരീരത്തിനകത്തിരുന്ന് ഇത് ഈ കഥയ്ക്കും കവിതയ്ക്കും സഫോക്കേഷനായി. ഓക്കെ, അപ്പോൾ കഥയ്ക്കും കവിതയ്ക്കും ജീവനുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ ഓൾഡ് വുമണിൻ്റെ അകത്തിരുന്ന് ഇവർക്ക് സഫോക്കേറ്റഡ് ആയിട്ട് ഇവരിയ്ക്കുകയാണ്, ശ്വാസം മുട്ടിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ദിവസം ഈ ഓൾഡ് വുമൺ ഉറങ്ങിപ്പോകുമ്പോൾ ഈ കഥയും കവിതയും ഇവരുടെ വായിൽ നിന്ന് പുറത്ത് ചാടുന്നു. ഉറങ്ങിപ്പോയി ഇവർ കൂർക്കം വലിക്കുമ്പോൾ ഈ കഥയും കവിതയും ഇവരുടെ അകത്തു നിന്ന് പുറത്ത് ചാടുന്നു. ഓക്കെ, അങ്ങനെ ഈ പുറത്ത് ചാടിയിട്ട് ഇത് ആറ്റിക്കിൽ ഇതിങ്ങനെ പമ്മിയിരിക്കുകയാണ്. പമ്മിയിരുന്ന് രാത്രിയാകുമ്പോൾ ഇത് ഈ കഥ ഒരു സ്ത്രീയുടെ രൂപം എടുക്കുകയും സ്റ്റോറി ഒരു സ്ത്രീയുടെ രൂപം എടുക്കുകയും സോങ് ഒരു സാരിയായി മാറി സ്ത്രീയെ ചുറ്റുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ രാത്രി ഇവർ ഭർത്താവ് ഉറങ്ങി കിടക്കുമ്പോൾ പതുക്കെ ഈ യങ് വുമൺ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അതാണ് ഈ ഓൾഡ് വുമൺ കാണുകയും ഭർത്താവിനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഫ്ലെയിംസ്, അപ്പോൾ ഈ പുതിയ വന്ന ഈ ഫ്ലെയിമാണ് ഈ കഥയൊക്കെ പറയുന്നത്. ന്യൂ ഫ്ലെയിമാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ ന്യൂ ഫ്ലെയിം ഇങ്ങനെ പറയുന്നു, എൻ്റെ കൂടെ സ്ത്രീ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, സോ ദിസ് വുമൺ ഇസ് ആക്ച്വലി, ദിസ് യങ് വുമൺ ഇസ് ആക്ച്വലി സ്റ്റോറി ആൻഡ് ഇസ് റെഫേർഡ് ടു ആസ് ദി സ്റ്റോറി ആൻഡ് ദി സോങ്. സോ പിന്നീട് അപ്പോൾ ഈ ഫ്ലെയിമിനോട്, ഈ ബാക്കി എല്ലാ ഫ്ലെയിംസും ഈ യങ് വുമണിനോട്, ഈ സ്റ്റോറി ആൻഡ് സോങ്ങിനോട് അവരുടെ കഥ പറയാൻ ആവശ്യപ്പെടുന്നു. അവർക്കറിയാവുന്ന ആ കഥ പറയാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ഇവർക്ക് പറയാൻ സാധിക്കുന്നില്ല. വൈ? ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്റ്റോറി ഈ ഫ്ലെയിംസിനോട് പറഞ്ഞാലും ഈ ഫ്ലെയിംസിന് അത് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്നോർത്ത് ഈ സ്റ്റോറി ആൻഡ് സോങ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ പ്ലേ റൈറ്റ്, മരിക്കാൻ പോകുന്ന ആ പ്ലേ റൈറ്റ് ചാടി ഇവരുടെ മുമ്പിൽ നിന്നിട്ട് പറയുന്നു, ഞാൻ പാസ് ഓൺ ചെയ്തോളാം. എന്നെ ഈ രാത്രി ഉറക്കം മുളയ്ക്കാതെ എന്നെ ഈ കഥ കേൾപ്പിക്കുകയാണെങ്കിൽ ഞാൻ അതിന് പ്രത്യുപകാരം എന്നോണം ഞാൻ ഈ കഥ എല്ലാവരിലേക്കും എത്തിക്കാം എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെ കഥയ്ക്കകത്തെ, പ്ലേയ്ക്കകത്തെ സ്റ്റോറി തുടങ്ങുന്നത്. ഓക്കെ, as already mentioned, he created this play, he started writing this play based on 2 Kannada stories that he heard from A.K. Ramanujan in Chicago. ഇനി ഇതിന് ഒരു മോഡേൺ പ്ലേ, ഒരു പോസ്റ്റ് മോഡേൺ പ്ലേ ആണെന്ന് പറയാം. വൈ? ബിക്കോസ് ദിസ് പ്ലേ ഹാസ് 3 എൻഡിങ്സ്. ഓക്കെ, ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ എൻഡിങ്സ്. 3 രീതിയിലാണ് കഥ അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബ്ലെൻഡ് ഓഫ് ഫാൻറ്റസി, റിയാലിറ്റി എല്ലാം ഇതിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യൻ മിത്തോളജിയുടെ ഒരു കടന്നുകയറ്റം കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, in Indian myth we give, or in Indian culture we give supreme importance to നാഗ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കോൺസെപ്റ്റും എല്ലാം അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, നൗ സമ്മറി ഓഫ് ദ പ്ലേ ബിഗിൻസ് വിത്ത് എ പ്രൊലോഗ്. ആൻഡ് തുടങ്ങുമ്പോൾ തന്നെ ഒരു വളരെ ഡൈലാപ്പിലേറ്റഡ് ആയിട്ട്, റൂയിൻഡ് ആയിട്ട് നശിച്ചു കിടക്കുന്ന ഒരു ടെമ്പിളാണ്. അവിടെ ഉള്ള പ്രതിഷ്ഠ ബ്രോക്കൺ ആണ്. അത് എന്ത് പ്രതിഷ്ഠയാണ്, ആരുടെ പ്രതിഷ്ഠയാണെന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. ഓക്കെ, രാത്രിയാണ് സെറ്റിംഗ്. അപ്പോൾ ഇങ്ങനെയാണ് പ്ലേ തുടങ്ങുന്നത്. സോ ദർ ഇസ് എ മാൻ സിറ്റിംഗ് ഇൻ ദ ടെമ്പിൾ, ഹീ ഈസ് ഓൾ അലോൺ. ഓക്കെ, അപ്പോൾ ഈ മാൻ ആണ് പ്ലേ റൈറ്റ്. നമ്മളുടെ പ്ലേ റൈറ്റ് അല്ല, പക്ഷേ അതിനകത്തെ ഈ പ്ലേക്കകത്തെ ഒരു പ്ലേ റൈറ്റാണ്. ഓക്കെ, സോ അദ്ദേഹം ഇപ്പോൾ ഓഡിയൻസിനോട് ഡയറക്റ്റ്ലി സംസാരിക്കുകയാണ്. ഓഡിയൻസിനോട് ഡയറക്റ്റ് ആ 4th വാളൊക്കെ ബ്രേക്ക് ചെയ്ത് ഓഡിയൻസിനോട് ഡയറക്റ്റ് സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കാര്യമാണ്, അദ്ദേഹം ഇന്ന് രാത്രിയും കൂടി ഇന്ന് ആ മാസത്തിൻ്റെ ഈ പെർട്ടിക്കുലർ മന്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹം ഉറങ്ങിപ്പോയാൽ, ഇന്നത്തെ രാത്രി അദ്ദേഹം ഉറങ്ങിപ്പോയാൽ അദ്ദേഹം പിന്നെ ജീവിക്കില്ല, മരിക്കും. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ഹെർമിറ്റ്, ഒരു ആൾ അദ്ദേഹത്തിന് ശപിച്ചു. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇയാളൊരു പ്ലേ റൈറ്റായിരുന്നു. അപ്പോൾ ഇയാൾ ഒരുപാട് പ്ലേസ് എഴുതി ഇതൊക്കെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചപ്പോൾ ഇയാളുടെ പ്ലേസ് കാണാൻ ഒരുപാട് ജനങ്ങൾ വന്നുകൂടുകയും
ഇവർ പ്ലേസ് കണ്ട് തിയേറ്ററിൽ കിടന്ന് ഇവർ ഉറങ്ങിപ്പോയി. അത്രയും ബോറ് പ്ലേസ് ആയിരുന്നു. അപ്പോൾ അത് കാരണം ഇവർ തിയേറ്ററിൽ കിടന്ന് ഉറങ്ങിപ്പോവുകയും ഈ ഉറങ്ങിയ ഈ ഉറക്കങ്ങളെല്ലാം ഈ ആളുകളുടെ ഈ ഉറക്കങ്ങളെല്ലാം ഈ അബ്യൂസീവ് മാസ് ഓഫ് സ്ലീപ്പ് അങ്ങനെയാണ് പറയുന്നത്. ദിസ് അബ്യൂസീവ് മാസ് ഓഫ് സ്ലീപ്പ് കേഴ്സ്ഡ് ഹിം. ഓക്കെ, ഇത്രയും ആൾക്കാരുടെ ഉറക്കം ഇതുപോലെ ഇങ്ങനെയുള്ള രീതിയിൽ ഉറക്കത്തെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ടാവാം ഈ ഉറക്കങ്ങളെല്ലാം ചേർന്ന് ഈ പ്ലേ റൈറ്റിനെ അതാണൊരു ഫാൻറ്റസി എലമെൻറ്റ് വരുന്നു എന്ന് പറയുന്നത്. ഈ ഉറക്കങ്ങളെല്ലാം ചേർന്ന് ഇയാളെ കേഴ്സ് ചെയ്യുകയും ഇപ്പോൾ കേഴ്സിൻ്റെ ഭാഗമായിട്ട് ഒരു മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം ഇയാൾ ഉറങ്ങാതെ ഇരിക്കണം. ഓക്കെ, സോ ഒരു ദിവസം ഉറങ്ങാതിരിക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് കരുതിയാവണം ഇയാൾ എല്ലാ ദിവസവും ഉറങ്ങിപ്പോകുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്, ഇന്നും കൂടി അയാൾ ഉറങ്ങുകയാണെങ്കിൽ അയാൾ മരിക്കും. ഓക്കെ, സോ ഹി അനൗൺസസ് ദിസ് ഫേറ്റ് ടു ദി ഓഡിയൻസ് ഹു ഹാവ് ഗ്യാതേർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അപ്പോൾ അയാൾ തന്നെ അയാളോട് പ്രതിജ്ഞ എടുക്കുകയാണ്, ഇന്നും കൂടി എനിക്ക് ഉറക്കം ഉളച്ച് ഇരിക്കാൻ സാധിക്കുകയാണെങ്കിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒരിക്കലും പ്ലേസ് എഴുതുന്നില്ല എന്ന് അയാൾ സ്വയം പ്രതിജ്ഞ എടുക്കുകയാണ്. ഓക്കെ, സോ ഞാൻ അയാൾ ഒറ്റയ്ക്ക് ആ റൂയിൻഡ് ടെമ്പിളിലിരിക്കുമ്പോൾ ഹി സഡൻലി സ്റ്റാർട്ട്സ് ഹിയറിങ് സം നോയ്സസ് അറൗണ്ട്. ഓക്കെ, ആൻഡ് ഹി റിയലൈസസ് ദാറ്റ് ദീസ് നോയ്സസ് ആർ ആക്ച്വലി ഫ്ലെയിംസ്. FLAMES, ഫ്ലെയിംസ് ഇൻ ദ സെൻസ് ഓരോ വീടുകളിലും കൊളുത്തി വെച്ചിരിക്കുന്ന ദീപങ്ങൾ അല്ലെങ്കിൽ ആ തിരിനാളങ്ങൾ ഇവരെല്ലാം തിരിച്ച് രാത്രിയാകുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഈ ടെമ്പിളിലാണ് വന്ന് കൂടുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ നാളങ്ങളും ഓരോ വീട്ടിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഇവർക്ക് ആ വീട്ടിൽ കുറേയധികം ഗോസിപ്പുകൾ ഇവർ തമ്മിൽ, ഇപ്പോൾ ഇതെല്ലാം ഫീമെയിൽ വോയിസ് ആണ് ഈ ഫ്ലെയിംസിനുള്ളത്. ഇവർ തമ്മിൽ ഗോസിപ്പ് ചെയ്യും, ഇന്ന വീട്ടിൽ ഇന്ന കാര്യം സംഭവിച്ചു എന്ന് മറ്റുള്ള ഫ്ലെയിംസിനോട് പറയും. ഓക്കെ, സോ ഈ ഫ്ലെയിംസിന് വരുന്നത് കണ്ട് ഇയാൾ വേഗം ഭയങ്കര അത്ഭുതപ്പെടുകയും ഇയാൾ ഒളിച്ചിരിക്കുകയും ചെയ്യുന്നു. ഓക്കെ, സോ ദീസ് ഫ്ലെയിംസ് കം ആൻഡ് ഗ്യാദർ അറൗണ്ട് ഹിം. അപ്പോൾ ഓരോ ഫ്ലെയിമും ഓരോരോ കഥകൾ പറയുന്നുണ്ട്. ദ ഫസ്റ്റ് ഫ്ലെയിം സേസ് ദാറ്റ് ഹിസ് മാസ്റ്റർ ഇസ് എ മൈസർ. ഓക്കെ, ആൻഡ് ദേ റാൻ ഔട്ട് ഓഫ് ഓയിൽ. ആദ്യത്തെ ഫ്ലെയിം പറയാണ്, എൻ്റെ മാസ്റ്റർ ഭയങ്കര പിശുക്കനാണ്, അയാൾ ഓയിൽ തീർന്നത് കാരണം അയാൾ ഭാര്യയുടെ കൂടെ ഉറങ്ങാൻ പോയി. അപ്പോൾ അത് കാരണം ഈ ഫസ്റ്റ് ഫ്ലെയിം ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ് എന്ന് പറയുന്നു. ഓക്കെ, നൗ ഫ്ലെയിം 4, അപ്പോൾ ഓരോരുത്തരുടെ കഥ പറയുന്നുണ്ട്. ഫ്ലെയിം 4ൻ്റെ കഥയാണ് ഒരു ഫ്ലെയിം 4 പറയാണ്. ഫ്ലെയിം 4 വരുന്ന വീട്ടിലെ മാസ്റ്ററിൻ്റെ അമ്മയ്ക്ക് വയ്യായിരുന്നു, ഒരു കുറേ നാൾ ബെഡ് റിഡനായിട്ട് കിടക്കുമായിരുന്നു. ഓക്കെ, അങ്ങനെ ഇപ്പോൾ അവർ ആ വീട് മൊത്തം കഫിൻ്റെയും ഫ്ലെഗത്തിൻ്റെയും യൂറിൻ ഇതിൻ്റെയൊക്കെ സ്മെല്ലായിരുന്നു. ഇപ്പോൾ അവരുടെ അമ്മ മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാസ്റ്ററിൻ്റെ യങ് വൈഫ് അവർ നേരത്തെ ഉറങ്ങാൻ വേണ്ടി കയറി. അങ്ങനെ ഞാൻ ഫ്രീ ആയിന്ന് ഫ്ലെയിം 4 പറയുന്നു. ഓക്കെ, സോ ഒരു പുതിയ ഫ്ലെയിമും കൂടെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലെയിമിൻ്റെ കഥ പറയുകയാണ്. Now this play was published in 1988. ഇതൊരു 2-act പ്ലേ ആണ്. നമുക്ക് MCQ ചിലപ്പോൾ എത്ര ആക്ട്സ് ഉണ്ട് എന്നൊക്കെ ചോദിച്ചാൽ 2-act പ്ലേ ആണ്, 2 ആക്റ്റേ ഉള്ളൂ. And this is a Kannada play and it was later translated into English. The term Nagamandala means play with cobra. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ടൈറ്റിലാണ് play with cobra. And it's about a folk tale. And the folk tale is about a woman who has a snake lover. ഓക്കെ, അതുപോലെ തന്നെ ജെൻഡർ റിലേഷൻസിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പ്ലേയും കൂടിയാണിത്. അദ്ദേഹം വളരെയധികം പേട്രിയാർക്കൽ സൊസൈറ്റി, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്ലേ അല്ലാതെ ബാക്കി എല്ലാ പ്ലേയിലും അദ്ദേഹം പേട്രിയാർക്കൽ സൊസൈറ്റിയെ വളരെയധികം വിമർശിച്ചു. അതുപോലെ തന്നെ പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ സ്ത്രീയുടെ റോൾ എന്താണ് എന്ന് വരച്ച് കാട്ടാനും ചിത്രീകരിക്കാനും അദ്ദേഹത്തിൻ്റെ പ്ലേയിലൂടെ ശ്രമിച്ചു. ഓക്കെ, ഇൻ നാഗമണ്ഡല ഓൾസോ വി ഹാവ് a female as the protagonist. Okay, now speaking about the major characters of the play, നിങ്ങൾക്ക് പലർക്കും കഥ അറിയാമായിരിക്കും, എങ്കിലും ഞാനിത് പറഞ്ഞു പോവുകയാണ്. ഫ്ലെയിംസ് ഉണ്ട്, ലാമ്പുകൾ അല്ലെങ്കിൽ ഫ്ലെയിംസ് ഒരു ഒരു 4 ഫ്ലെയിംസ് ഇതിൻ്റെ ഒരു കീ ക്യാരക്ടേഴ്സാണ്. ദെൻ ദർ ഇസ് എ മാൻ ഓർ എ പ്ലേ റൈറ്റ് വിത്തിൻ ദ പ്ലേ. ഒരു സ്റ്റോറി ടെല്ലറുണ്ട്. Then there is the personification of story and song. ഇത് കഥ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. സ്റ്റോറി ആൻഡ് സോങ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ദെൻ ദർ ഇസ് റാണി, അപ്പണ്ണ, നാഗ, ദെൻ കുരുദവ,
ആൻഡ് കപ്പണ്ണ. ഇത്രയും പേരാണ് മെയിൻ ക്യാരക്ടേഴ്സ്. ഇതിൻ്റെ ക്യാരക്ടർ ലിസ്റ്റ് കേൾക്കുമ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും, പക്ഷേ കഥ പറഞ്ഞു പോകുമ്പോൾ ഇറ്റ് വിൽ ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. Now let me get into the summary of the play. അതിന് മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. കർണാടിൻ്റെ ബ്രീഫ് ബയോഗ്രഫി പറയാണ്. ആസ് വി നീഡ് ടു നോ മോർ അബൌട്ട് ദി ഓത്തർ. ഹി വാസ് ബോൺ ഓൺ 19th May 1938 in Maharashtra and he died on 10th June 2019 in Bangalore. ആൻഡ് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് സിർസി എന്ന് പറയുന്നൊരു സ്ഥലത്തായിരുന്നു. ഇറ്റ്സ് ഇൻ കർണാടക. സിർസി, SIRSI. ആൻഡ് ഇൻ 1958 he completed BA Maths. Okay, and then അദ്ദേഹം കർണാടക BA Maths ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് 1958 അദ്ദേഹം BA Maths ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് കംപ്ലീറ്റ് ചെയ്തു ഫ്രം കർണാടക ആർട്സ് കോളേജ്, ധാർവാദ്. ഓക്കെ, ദാറ്റ് ഈസ് ബിലോങ് ടു കർണാടക യൂണിവേഴ്സിറ്റി. അത് കഴിഞ്ഞ് അദ്ദേഹം MA ചെയ്തു ഇൻ ഫിലോസഫി, പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്. ഓക്കെ, ഫ്രം ഓക്സ്ഫേർഡ്. ഓക്കെ, അത് കഴിഞ്ഞ് അദ്ദേഹം ഹി വർക്ക്ഡ് അറ്റ് ഓക്സ്ഫേർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ഇൻ ചെന്നൈ. ആൻഡ് അത് കഴിഞ്ഞ് അദ്ദേഹം ഇത് ഗീവ് അപ്പ് ചെയ്തു ഇൻ ഓർഡർ ടു പെർസ്യൂ എ കരിയർ ഇൻ റൈറ്റിംഗ്. Okay. He also worked as a visiting professor and full-time playwright in residence at University of Chicago during the later half of 1980s. This is important. He is hailed as a poet of drama. Okay, he is hailed as the poet of drama. Now, അദ്ദേഹം ഫിലിമിലേക്ക് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ എന്ന് പറയുന്നത് സംസ്കാര എന്ന് പറയുന്ന മൂവി, UR ആനന്ദമൂർത്തിയുടെ സംസ്കാര എന്ന് പറയുന്ന നോവൽ അദ്ദേഹം മൂവിയാക്കുകയുണ്ടായി. അതിലൂടെയാണ് അദ്ദേഹം ഫിലിം ആക്ടിങ്ങിലേക്കും സ്ക്രീൻ റൈറ്റിങ്ങിലേക്കും കടന്നു വന്നത്. ഓക്കെ, ആൻഡ് this movie സംസ്കാര has won the first President's Golden Lotus Award for Kannada cinema. It has won President's Golden Lotus Award for Kannada cinema. Okay, and he also got National Film Award for Best Director for his directorial debut. അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ആദ്യ മൂവിക്ക് നാഷണൽ ഫിലിം അവാർഡ്, അദ്ദേഹത്തിന് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടുകയുണ്ടായി in National Film Awards. And the name of the movie is Vamshavriksha. Okay, Vamshavriksha in 1971. Okay, സോ അദ്ദേഹം അതുപോലെ തന്നെ യക്ഷഗാന, ഇതിലൊക്കെ ഇങ്ങനെയുള്ള ട്രഡീഷണൽ ഫോക്ക് തിയേറ്റർ, യക്ഷഗാന പോലെയുള്ള ട്രഡീഷണൽ ഫോക്ക് തിയേറ്ററിൽ അദ്ദേഹം വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. അദ്ദേഹം ആൻഡ് ഓൾസോ നവ്യ, okay, is a literary movement that Karnad was part of. Okay, Navya is the name of a literary movement in which Karnad was a part. Okay, then the Madras Players എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. ദി മദ്രാസ് പ്ലെയേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ദ മദ്രാസ് ബേസ്ഡ് amateur theatre group. This is the name of the Madras based amateur theatre group Karnad worked with. അദ്ദേഹം അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു തിയേറ്റർ ഗ്രൂപ്പ് ആയിരുന്നു ഈ മദ്രാസ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നവ്യ എന്ന് പറയുന്ന ഒരു ലിറ്റററി മൂവ്മെൻ്റ് ആണ്. കർണാടും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഓക്കെ, സോ നമ്മളുടെ പ്ലേയിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് സബ് ടൈറ്റിൽഡ് ആസ് പ്ലേ വിത്ത് എ കോബ്ര. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് ഇനീഷ്യലി പ്രീമിയർഡ്. ഫസ്റ്റ് ഇത് പ്രീമിയർ ചെയ്തത്, അവതരിപ്പിച്ചത് ഗുത്രി തിയേറ്റർ. ഐ ഡോണ്ട് നോ ഇഫ് ദിസ് ഇസ് എ റൈറ്റ് പ്രൊനൗൺസിയേഷൻ. GUTHRIE, ഗുത്രി തിയേറ്റർ ഇൻ മിനപ്പോളിസ് ഓൺ 16th July 1993. ഓക്കെ, മിനപ്പോളിസിൽ ഗുത്രി തിയേറ്റർ എന്നാണ് തിയേറ്ററിൻ്റെ പേര്. അവിടെയാണ് ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഓൺ 16th July 1993. And this particular play, that is Nagamandala, it brought him the Karnataka Sahitya Academy Award for the most creative work in 1989. Okay, അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറിൻ്റെ പേര് ഗാർലൻഡ്. ഇദ്ദേഹം പ്ലേ റൈറ്റ് ആണ്. ഇത് ഡയറക്റ്റ് ചെയ്തത് ഗാർലൻഡ് റൈറ്റ്, GARLAND, ഗാർലൻഡ് റൈറ്റ്, WRIGHT. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ലേബിൾഡ് ആസ് സ്റ്റോറി തിയേറ്റർ. ഓക്കെ, ഇനി പ്ലേയിലേക്ക് കടക്കാം. സോ കാപ്പണ്ണ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഗുരുദേവോട് പറയുന്നുണ്ട്, ഡു നോട്ട് ഇൻ്റർഫിയർ ഇൻ matters of others, in anybody's private matters, especially Appanna എന്ന് പറയുന്നുണ്ട്. So why are they so concerned is because Appanna is visiting a concubine even after his marriage. Okay, that is a concubine ഒരു prostitute പോലെ ഉള്ളൊരു സ്ത്രീയെ
ഇയാൾ കല്യാണത്തിന് ശേഷവും അപ്പണ്ണ ഡെയിലി പോയി വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഹീ സ്റ്റേയിങ് വിത്ത് ഹർ അറ്റ് നൈറ്റ്. ഓക്കെ, സോ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഓർത്തിട്ടാണ് കുരുടവയ്ക്ക് വളരെയധികം കൺസേൺ ഉള്ളത്. ഓക്കെ, സോ Kurudava request Kapana to take Kapana, her son, to take her to Apana's house. Okay, so അപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കപ്പണ്ണയ്ക്ക് എപ്പോഴും ഈ പ്രൊമോഷൻസ് ഉണ്ടാവും. പ്രൊമോഷൻസ് ഇൻ ദ സെൻസ് എപ്പോഴും അയാൾ ഒരു സ്ത്രീ അയാളെ എപ്പോഴും ഫോളോ ചെയ്യുന്നതായിട്ട് ഇയാൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാൾ അമ്മയോട് പറയുമ്പോൾ അമ്മ വിശ്വസിക്കില്ല. എപ്പോഴും ഇയാൾക്കൊരു വിച്ചോ ഒരു ഫെയറിയോ ഒരു സ്ത്രീ ഇയാളുടെ പുറകെ നടക്കുന്നതായിട്ട് ഇയാളെപ്പോഴും പറയുന്നുണ്ട്. ഓക്കെ, പക്ഷേ അമ്മ ഇയാളെ വിശ്വസിക്കുന്നില്ല. ഓക്കെ, സോ ഇതിന് ശേഷം ഇവർ അപ്പണ്ണയുടെ വീട്ടിൽ വരുന്നു. അപ്പോൾ ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്ത് കിടക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇൻസ്പെക്ടിങ് ഇൻസൈഡ് ദേ റിയലൈസസ് ദാറ്റ് റാണി ഈസ് ലോക്ക്ഡ് ഇൻസൈഡ്. ഓക്കെ, സോ കുരുടവ ഇവരെ വിളിക്കുന്നു, ഈ ബ്ലൈൻഡ് ലേഡി റാണിയെ വിളിക്കുന്നു. റാണി വന്ന് ജനലിൻ്റെ അവിടെ നിൽക്കുമ്പോൾ കുരുടവ ബ്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ റാണിയെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ റാണി ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് നോക്കുന്നുണ്ട്. തൊട്ട് നോക്കുമ്പോൾ ഇവർ പറയും, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേഡി ഉണ്ടായിരുന്നിട്ടാണോ അപ്പണ്ണ ഇങ്ങനെ ഇവരെ ഇട്ടിട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റാണി ഇങ്ങനെ റാണിയുടെ വിഷമങ്ങൾ പറയുമ്പോൾ ഷീ റിയലൈസസ് ദാറ്റ് ദേ ഹാവൻറ്റ് യെറ്റ് ഓർ ദേ ഹാവൻറ്റ് സ്റ്റാർട്ടഡ് ഹാവിങ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. അപ്പോൾ കുരുടവ ഓഫേഴ്സ് ദാറ്റ് ഷീ വിൽ ഹെൽപ്പ്. ഓക്കെ, എന്നിട്ട് ഇവർ കൊണ്ടുവന്ന് റാണിക്ക് ഇവർക്ക് കുറച്ച് റൂട്ട്സ് കൊടുക്കുന്നു. ഓക്കെ, സോ ഇവർ 3 റൂട്ട്സ് കൊണ്ടുവന്ന് വൺ സെക്കൻഡ്, കുരുടവ കപ്പണ്ണെ വീട്ടിലേക്ക് വിട്ടിട്ട് കുറച്ച് മാജിക് റൂട്ട്സ് കൊണ്ടുവരാൻ പറയുന്നു. എന്നിട്ട് കുരുടവ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണ്. ഇവർ ബ്ലൈൻഡ് ആയിരുന്നു. ഇവർ യങ് ആയിരുന്നപ്പോൾ ഇവർക്ക് ബ്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ കല്യാണാലോചനകളൊന്നും വന്നില്ല. ഇവർ അൺമാരീഡ് ആയിട്ട് റിമെയിൻ ചെയ്തു. അപ്പോൾ ഒരു ദിവസം ഒരു മെൻഡിക്കൻറ്റ് മീൻസ് ഒരു ബെഗ്ഗർ ഇയാളെ ഇവരുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാതിരുന്നത് കൊണ്ട് ഈ മെൻഡിക്കന് വേണ്ടി ഭക്ഷണവും എല്ലാം വിളമ്പി കൊടുക്കുകയും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ കുരുടവ ചെയ്തു. അപ്പോൾ മെൻഡിക്കൻ വാസ് സോ ഹാപ്പി ദാറ്റ് ഹീ ബ്ലെസ്ഡ് ഹർ ബൈ ഗിവിങ് ഹർ ദീസ് 3 റൂട്ട്സ്. 3 റൂട്ട്സ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ 3 റൂട്ട്സ് നീ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ദേ വിൽ മാരി യു. എനി മാൻ ഹു ഈറ്റ്സ് വൺ ഓഫ് ദീസ് റൂട്ട്സ് വിൽ മാരി യു എന്ന് കുരുടവയോട് പറയുന്നു. ഓക്കെ, സോ ഇതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ബോയ്, ഇവരെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആയിട്ടുള്ളൊരു ബോയ് കുരുടവയുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ വന്നു. അപ്പോൾ കുരുടവ അതിനകത്ത് മിഡിൽ സൈസ്ഡ് പോർഷൻ ഇയാൾക്ക് ഫുഡിൽ അരച്ച് കൊടുക്കുകയും ഇയാളിത് കഴിക്കുകയും കുരുടവയെ കണ്ട് ഇഷ്ടപ്പെടുകയും കല്യാണം കഴിക്കുകയും ചെയ്തു. ഓക്കെ, അതിനുശേഷം അയാൾ കുരുടവയുടെ മരണം വരെയും കുരുടവയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് പ്ലേഗ് വന്നപ്പോൾ പ്ലേഗ് കാരണമാണ് ഇയാൾ മരിച്ചത്. ഓക്കെ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കപ്പണ്ണ വീട്ടിൽ പോയിട്ട് ഈ റൂട്ട്സ് എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ മിഡിൽ സൈസ്ഡ് റൂട്ട് ഇവർ ഓൾറെഡി കുരുടവ അവരുടെ ചെറുപ്പത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്മോൾ സൈസ്ഡ് റൂട്ടും ഒരു ലാർജ് സൈസ്ഡ് റൂട്ടും മാത്രമേ കുരുടവയുടെ കയ്യിലുള്ളൂ. ഓക്കെ, സോ കുരുടവ റാണിയോട് പറയുന്നു, ഇതിനകത്ത് ഇത് ഏതെങ്കിലും വരുന്ന ഒരു സ്മോൾ പേസ്റ്റ് ആക്കിയിട്ട് ഹസ്ബൻഡിന് കൊടുക്കാൻ പറയുന്നു, ഭക്ഷണത്തിൽ ഹസ്ബൻഡിന് കൊടുക്കാൻ പറയുന്നു. അപ്പോൾ അപ്പണ്ണ വരുമ്പോൾ റാണി ഈ സ്മോൾ റൂട്ട് അരച്ച പാലിൽ ചേർത്ത് ഇയാൾക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇയാൾ കുടിച്ച് കഴിയുമ്പോൾ ഇയാൾക്ക് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും കാണുന്നില്ല. പക്ഷേ ഇയാൾ ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ ഇയാൾ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയിട്ട് വീഴുകയും റാണി വേഗം ചെന്ന് ഇയാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ വീണ്ടും എന്നത്തെയും പോലെ അയാൾ വീണ്ടും റാണിയെ പൂട്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് അന്ന് രാത്രി റാണി വീണ്ടും തനിച്ചാവുന്നു. അപ്പോൾ റാണി ഒരു ഡീമണിനെ കുറിച്ച് ഇങ്ങനെ സ്വയം സംസാരിക്കുന്നുണ്ട്. ഒരിടത്തൊരു ഡീമൺ ഉണ്ടായിരുന്നു. ഈ ഡീമൺ എപ്പോഴും ക്യാസിലിൽ അവളെ പൂട്ടി വെക്കുമായിരുന്നു. ഈ ഡീമൺ സ്റ്റാൻഡ്സ് ഫോർ അപ്പണ്ണ ഹിംസെൽഫ്. ഓക്കെ, എന്നിട്ട് ആ നാട്ടിലിങ്ങനെ ഒരു ഫ്ലഡ് വരികയും ഒരു എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത ഒരു ഫ്ലഡ് വരികയും ഒരു ഫ്ലഡിൻ്റെ ഒപ്പം ഒരു ബിഗ് വെയിൽ വന്നിട്ട് റാണി അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യുന്നതായിട്ടൊക്കെ ഇവളിങ്ങനെ സ്വപ്നം കാണുന്നു. ഓക്കെ, സോ രാത്രിയായപ്പോൾ വീണ്ടും കുരുടവയും കപ്പണ്ണയും വരുന്നു. അപ്പോൾ കുരുടവയ്ക്ക് അറിയേണ്ടത് അത് സക്സസ്ഫുൾ ആയോ, മരുന്ന് കൊടുത്തിട്ട് റൂട്ട് കൊടുത്തിട്ട് സക്സസ്ഫുൾ ആയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ റാണി പറയുന്നില്ല, ഇത് തന്നെയാണ് സംഭവിച്ചത് എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ കുരുടവയുടെ അഡ്വൈസ് അനുസരിച്ച് അവൾ പിറ്റേ ദിവസം
ഒരു സ്മോൾ റൂട്ട് ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് ലാർജ് പീസ് ഓഫ് ഫ്രൂട്ട് കുരുടവ ഇവർക്ക് കൊടുക്കുന്നു, റാണിക്ക് കൊടുക്കുന്നു. ഓക്കെ, റാണിക്ക് ആദ്യം സ്മോൾ സൈസ് ഫ്രൂട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ റാണിയോട് പറയുന്നുണ്ടെങ്കിൽ ഇത്രയും അതിസുന്ദരിയായത് കാരണം നിനക്ക് ഈ ചെറിയ റൂട്ടിൻ്റെ ആവശ്യമേ വരുള്ളൂ എന്ന് പറഞ്ഞാണ് അത് കൊടുക്കുന്നത്. പക്ഷേ അത് ഇഫക്റ്റീവ് അല്ല എന്ന് കണ്ടിട്ട് ലാർജ് പീസ് ഓഫ് ഫ്രൂട്ട്, ലാർജസ്റ്റ് റൂട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇവർ പോകുന്നു. ഓക്കെ, സോ അപ്പണ്ണ പിറ്റേന്ന് ഉച്ചയ്ക്ക് വരുമ്പോൾ അയാളുടെ കൂടെ അയാളൊരു ഡോഗിനെയും കൊണ്ടുവരുന്നുണ്ട്. അയാളതിനെ യാർഡിൽ കെട്ടിയിടുന്നു. റാണി എന്നിട്ട് ഇപ്രാവശ്യം അയാൾക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ കറിയിൽ ഈ ലാർജ് റൂട്ടും കൂടി പേസ്റ്റ് ആക്കിയിട്ട് കറിയിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ ഒരു സഡൻ എക്സ്പ്ലോഷൻ അവിടെ സംഭവിക്കുകയാണ്. ഈ കറി റെഡ് കളർ, ബ്ലഡ് റെഡ് കളർ ആവുകയും പിന്നീട് അതൊരു പതഞ്ഞൊരു പിങ്ക് കളർ വരികയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ റാണിക്ക് ഇത് കണ്ട് പേടിയാണ്. ഇനി ഇതെങ്ങാനും കുടിച്ചിട്ട് ഹസ്ബൻഡ് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പേടിച്ചിട്ട് ഇവരിത് അതുപോലെ ഇതിന് കളർ വ്യത്യാസം ഹസ്ബൻഡ് മനസ്സിലാക്കും എന്ന് വിചാരിച്ചിട്ട് ഇവരിത് കൊണ്ടുപോയിട്ട് ആൻറ്റ് ഹിൽ, പുറത്തുണ്ടായിരുന്ന ആൻറ്റ് ഹില്ലിലേക്ക്, ഒരു ഉറുമ്പിൻ്റെ ആൻറ്റ് ഹില്ലിലേക്ക് കൊണ്ടുവന്നത് ഒഴിക്കുകയാണ്. ഓക്കെ, സോ അതേസമയം ഈ ആൻറ്റ് ഹില്ലിൽ താമസിച്ചിരുന്ന ഒരു കിങ് കോബ്രയാണ്. ഈ കിങ് കോബ്രയാണ് ഇത് കുടിക്കുന്നത്. ഓക്കെ, അപ്പോൾ റാണി എന്നിട്ട് തിരിച്ച് റൂമിലേക്ക് കയറി പോകുമ്പോൾ അവിടെ അപ്പണ്ണയെ കാണുന്നു. അപ്പോൾ അപ്പണ്ണ ഇവരെ വളരെ സംശയിച്ച് നോക്കുകയാണ്. ഇപ്പോൾ എന്തിനാണ് പുറത്തോട്ട് പോയത് എന്നുള്ള രീതിയിൽ സംശയിച്ച് നോക്കുകയും ഇവളെ സ്ലാപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, പക്ഷേ ഇതെല്ലാം ഈ കിങ് കോബ്ര ആൻറ്റ് ഹില്ലിൽ ഇരുന്നുകൊണ്ട് ഈ കിങ് കോബ്ര ഇതെല്ലാം കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് അന്ന് രാത്രി റാണി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിങ് കോബ്ര വരുന്നു. വീടിൻ്റെ ബാത്റൂം ഡ്രെയിനിൽ കൂടിയാണ് വരുന്നത്. അപ്പണ്ണ സ്ലാപ്പ് ചെയ്യുന്നതൊക്കെ കിങ് കോബ്ര കാണുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് അപ്പണ്ണ വീണ്ടും ഇവരെ ലോക്ക് ചെയ്ത് പോവുകയാണ്. ഓക്കെ, സോ റാണി അന്ന് രാത്രി കോബ്ര വീടിൻ്റെ ബാത്റൂം ഡ്രെയിനിൽ കൂടി, ഓക്കെ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ദ കോബ്ര എൻറ്റേഴ്സ് ദ ഹൗസ് ത്രൂ ദ ഡ്രെയിൻ ഇൻ ദ ബാത്റൂം. ഓക്കെ, എന്നിട്ട് കോബ്രയ്ക്ക് അപ്പണ്ണയുടെ ഷേപ്പ് അസ്യൂം ചെയ്യാൻ സാധിക്കും. സോ അപ്പണ്ണയുടെ രൂപത്തിലേക്ക് മാറുന്നു കോബ്ര. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അപ്പണ്ണയാണെന്നേ തോന്നുള്ളൂ. ഓക്കെ, സോ രാത്രി റാണീൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ റാണി വളരെ ജെൻറ്റിലായിട്ട് റാണിയോട് ബിഹേവ് ചെയ്യുന്നു. നൗ ദ കിങ് കോബ്ര ഹാസ് ഫോളൻ ഇൻ ലവ് വിത്ത് ഹർ ആഫ്റ്റർ ഈറ്റിംഗ് ദാറ്റ് കറി. ഓക്കെ, ആ ലവ് പോർഷൻ കുടിച്ചിട്ട് കിങ് കോബ്ര റാണിയുമായി പ്രണയത്തിലാവുകയാണ്. ഓക്കെ, സോ അപ്പണ്ണ ഈ സമയത്ത് കാണുകയും അപ്പണ്ണയുടെ വളരെയധികം ജെൻറ്റിലായിട്ടുള്ള പെരുമാറ്റം കാണുകയും ചെയ്യുമ്പോൾ റാണി വളരെ ഷോക്ക്ഡ് ആവുന്നു. പക്ഷേ അപ്പണ്ണ ആയിട്ട് വരുന്ന ഈ നാഗ റാണിയെ കൺസോൾ ചെയ്യുകയും അവളുടെ പേരൻസിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാം എന്നൊക്കെ പ്രോമിസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ രാത്രി റാണിയെ വിസിറ്റ് ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ ബാത്റൂമിലേക്ക് പോവുകയും ബാത്റൂം വഴി വീണ്ടും ഡ്രെയിൻ വഴി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഓക്കെ, സോ അപ്പോൾ റാണി പകൽ സമയങ്ങളിൽ വരുന്ന അപ്പണ്ണ എപ്പോഴും റാണിയോട് റൂഡാണ്. അപ്പോൾ റാണി രാത്രികൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. പകൽ വരുമ്പോൾ പഴയ പോലെ ആണല്ലോ, എന്താണ് ഇങ്ങനെ സ്വഭാവ വ്യത്യാസം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഒരിക്കൽ കോബ്ര ഇങ്ങനെ റാണിയുടെ അടുത്തേക്ക് വരുമ്പോൾ ദർ ഇസ് എ ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ ഡോഗ്. ഓക്കെ, ആൻഡ് ഫൈനലി ദ ഡോഗ് ഡൈസ്. അപ്പോൾ സൗണ്ട് കേട്ടിട്ട് രാത്രിയാണ്. അപ്പോൾ റാണി വിൻഡോയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പോകുമ്പോഴേക്കും അവിടെ ഈ ചത്ത് കിടക്കുന്ന ഡോഗിനെ മാത്രമേ കാണുന്നുള്ളൂ. റാണി തിരിച്ചു വരുമ്പോഴേക്കും കോബ്ര വീടിനകത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, സോ അപ്പണ്ണയായിട്ട് വീണ്ടും കോബ്ര വരുന്നു. അപ്പോൾ റാണി നോക്കുമ്പോൾ ഇങ്ങനെ ഡോഗുമായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുഖത്തൊരു ഇത്തിരി ചോരയൊക്കെ പൊടിഞ്ഞിരിപ്പുണ്ട്. മുഖത്തും ഷോൾഡറിലും ഒക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ റാണി മരുന്ന് അപ്ലൈ ചെയ്യാനായിട്ട് റാണി ഇനീഷ്യലി ഈ മുറിവുകളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ റാണി കംപ്ലയിൻറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ രാത്രിയിൽ വളരെ സോഫ്റ്റായിട്ടും പകലും ആംഗ്രി ആയിട്ടുമുള്ള ഈ സ്വഭാവ വ്യത്യാസത്തിനെക്കുറിച്ച് റാണി കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് മുറിവ് പറ്റിയിരിക്കുന്നത് കാണുന്നത്. ഷോൾഡറിലും കവിളിലുമൊക്കെ അപ്പണ്ണയായിട്ട് വന്നിരിക്കുന്ന നാഗയുടെ കവിളിൽ മുറിവ് പറ്റിയതായി റാണി കാണുന്നു. അപ്പോൾ റാണി വേഗം ഓയിൻമെൻറ്റ് എടുക്കാനായിട്ട് മരുന്നെടുക്കാൻ വേണ്ടി തൻ്റെ മിറർ ബോക്സ് തുറക്കുകയും മിറർ ബോക്സിൻ്റെ റാണിയുടെ പുറകിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മിറർ ബോക്സ് തുറക്കുകയും അവിടെ തൊട്ട് പുറകിലൊരു കോബ്ര ഇരിക്കുന്നത് കാണുകയും ചെയ്യുന്നു. റിഫ്ലക്ഷനിൽ അപ്പണ്ണയുടെ സ്ഥാനത്ത് കോബ്രയാണുള്ളത്. അപ്പോൾ റാണി ഇത് കണ്ട് ഭയപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, സോ നാഗ വേഗം വന്ന് റാണിയുടെ കയ്യിൽ നിന്ന് മിറർ ബോക്സ് വാങ്ങി മാറ്റുന്നു. എന്നിട്ട് റാണിയെ പിടിച്ച് അടുത്തിരുത്തുന്നു. ഓക്കെ, സോ റാണി ഈസ് ഫ്രൈറ്റൻഡ് ആഫ്റ്റർ സീയിങ് ദ കോബ്ര ആൻഡ്
ഷീസ് ഫിയർഫുൾ ഇഫ് എ കോബ്ര ഹാസ് കം ഇൻ ടു ദ ഹൗസ്. ഓക്കെ, സോ നാഗ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ കോബ്രയെ ഭയപ്പെടുന്നത്. ഓക്കെ, വൈ ഷുഡൻറ്റ് ഇറ്റ് കം വിത്ത് ലവ്, അത് സ്നേഹത്തോടെയാണ് വരുന്നതെങ്കിലോ എന്ന് റാണിയോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഷീ ട്രൈസ് ടു അപ്ലൈ ദി ഓയിൻമെൻറ്റ് അപ്പോൺ ഹിസ് വൂൺസ് ബട്ട് ഹി റെഫ്യൂസസ്. ഓക്കെ, സോ വീണ്ടും അത് മിറർ ബോക്സ് തുറന്ന് വൂണ്ട് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നാഗ സമ്മതിക്കുന്നില്ല. ആൻഡ് ദ നാഗ ഹോൾസ് ഇൻ എ വെരി റൊമാൻറ്റിക് മൂഡ്. ആൻഡ് ദെൻ പക്ഷേ നാഗയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ വീണ്ടും റാണി ഓർക്കുന്നത് ആ കോബ്രയാണ്. വൈ? ബിക്കോസ് ദ നാഗ ഹിംസെൽഫ് ഇസ് ഇൻ ഫാക്ട് ദ കോബ്ര. ഓക്കെ, സോ ഇങ്ങനെ റാണി ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ആ കോബ്രയുടെ ഇമേജ് മനസ്സിൽ നിന്ന് മായുന്നില്ല. അച്ഛൻ ഇങ്ങനെ പണ്ടൊരു കഥ പറഞ്ഞു തന്നിരുന്നു. ദാറ്റ് ഈസ് ഈ കോബ്ര എങ്ങനെയാണ് ചെറിയ ബേർഡ്സിനെ പിടിക്കുന്നതെന്ന് ഇവർ ഈ ബേർഡ്സിൻ്റെ കണ്ണിൽ നോക്കിയിട്ട് നോട്ടം കൊണ്ട് ഹുക്ക് ചെയ്യുകയും the bird stares and stares and the bird is unable to move its eyes. അങ്ങനെയാണ് ഈ സർപ്പം ബേർഡ്സിനെ പിടിക്കുന്നത് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് ഫാസിനേഷനാണ് അപ്പണ്ണയുടെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ അറിയാതെ പറയുകയാണ് റാണി. ഓക്കെ, സോ ഇത്രയും കൊണ്ട് ഈ ഫസ്റ്റ് ആക്ട് എൻഡ് ചെയ്യുന്നു. അപ്പോൾ നാഗ വന്ന് അവളുടെ അടുത്തിരുന്ന് പറയുന്നു, ഇപ്പോൾ എന്തായാലും ഒരു വില്ലേജ് എൽഡേഴ്സിൻ്റെ ഒരു പഞ്ചായത്ത് പോലെ ഒരു ജഡ്ജ്മെൻറ്റ് ഇവൾക്ക് അണ്ടർഗോ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇവളുടെ പ്യൂരിറ്റി തെളിയിക്കാൻ, ഇവളുടെ ചാസ്റ്റിറ്റി തെളിയിക്കാൻ. ഓക്കെ, സോ ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് എ പാരഡോക്സ്. വൈ? ബിക്കോസ് അപ്പണ്ണ ഹിംസെൽഫ് ഹാസ് ബീൻ ദ ഹോൾ വില്ലേജ് നോസ് ദാറ്റ് ഹി ഹാസ് എ കോൺക്യുബൈൻ, പക്ഷേ യെറ്റ് ഇറ്റ് ഈസ് എ വുമൺ ഹൂ ഇസ് ആസ്ക്ഡ് ടു ഡു എ വെർജിനിറ്റി ടെസ്റ്റ്. ഓക്കെ, സോ ഒരു അല്ലെങ്കിൽ ഒരു ചാസ്റ്റിറ്റി ടെസ്റ്റ് നോട്ട് വെർജിനിറ്റി ടെസ്റ്റ്, ചാസ്റ്റിറ്റി ടെസ്റ്റ് ഇത് അണ്ടർഗോ ചെയ്യാനായിട്ട് വിധേയയാകേണ്ടി വരുന്നത് റാണിയാണ്. ഓക്കെ, സോ റാണിയോട് പറയുന്നു നാളെ വില്ലേജ് എൽഡേഴ്സിന് ഫ്രണ്ടിൽ ഇവളെ ചാസ്റ്റിറ്റി ടെസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹോട്ട് ഓയിലിൽ കൈ മുക്കുക, അങ്ങനെ ഏതെങ്കിലും ഒന്ന്. അപ്പം കൈ മുക്കുമ്പോൾ പൊള്ളാതെ ഇരുന്നാൽ അങ്ങനെയുള്ള ഫൂളിഷായിട്ടുള്ള ഇതാണ്. ഓക്കെ, പൊള്ളാതിരുന്നാൽ ഇവിടെ പ്യുവറാണ് എന്നർത്ഥം. അല്ലെങ്കിൽ മറ്റൊന്ന് ഈ കോബ്ര അല്ലെങ്കിൽ ആ ഒരു ആൻഡ് ഹില്ലിലേക്ക് കൈയിടുക. ഓക്കെ, അപ്പോൾ കോബ്ര അല്ലെങ്കിൽ പാമ്പ് കൊത്താതെ ഇരുന്നാൽ അതിനർത്ഥം പ്യുവറാണെന്ന്. അപ്പോൾ ഇവളോട് പറയുന്നു ആ ഒരു എക്സ്പെരിമെൻറ്റ്, ആ ഒരു പരീക്ഷണം ചൂസ് ചെയ്താൽ മതി, നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ റാണി എഗ്രി ചെയ്യുന്നു. കോബ്രയുടെ അല്ലെങ്കിൽ പാമ്പിരിക്കുന്ന മാളത്തിലേക്ക് കൈയിടുക, അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് അഷുറൻസ് കൊടുത്തിട്ട് കോബ്ര അല്ലെങ്കിൽ നാഗ പോകുന്നു. ഓക്കെ, സോ നാഗ ഹു ഹാസ് കം ഇൻ ദ ഫോം ഓഫ് അപ്പണ്ണ. സോ റാണി സ്റ്റിൽ തിങ്സ് ദിസ് ഇസ് അപ്പണ്ണ. ഓക്കെ, ആൻഡ് അപ്പോൾ റാണി ഈസ് ഇനീഷ്യലി, അപ്പോൾ പിറ്റേന്ന് വില്ലേജ് എൽഡേഴ്സിൻ്റെ ഫ്രണ്ടിൽ റാണി കടന്നുകൂടിയിട്ടുണ്ട്. റാണി വന്നു. അപ്പോൾ റാണിയോട് പറയുന്നുണ്ട്, നാഗ പോകുന്നതിന് പറയുന്നത് റാണി പേടിക്കണ്ട. അപ്പോൾ റാണി പറയുന്നുണ്ട് ഇതിലും ഭേദം ഞാൻ പോയിസൺ കുടിക്കുന്നതാണെന്ന് പറയുമ്പോൾ നാഗ സൂത്ത് ചെയ്യുന്നുണ്ട്, നീ ഈ ഒരു ദിവസം കൂടി, നാളെ ഒരു ദിവസം ഞാൻ പറയുന്ന പോലെ ചെയ്താൽ യുവർ ഹസ്ബൻഡ് വിൽ ബി യോഴ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, he will be your slave from tomorrow on and he will listen to everything that you say എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ പിറ്റേന്ന് അത് കഴിഞ്ഞ് നാഗ പോകുന്നു. പിറ്റേന്ന് ഒരു വില്ലേജ് എൽഡേഴ്സ് എല്ലാം കൂടുകയാണ്. അപ്പോൾ 3 എൽഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവർ ആൻഡ് ഹില്ലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. എന്നിട്ട് ഇവർ റാണിയോട് ഇങ്ങനെ ചോദിക്കുകയാണ് ഏത് ഓപ്ഷൻ വേണം എന്ന് ചോദിക്കുമ്പോൾ റാണി പറയാണ് ഞാൻ ആൻഡ് ഹില്ലിൽ കൈയിട്ടോളാം. അപ്പോൾ ഇവർ പറയുന്നത് വേണ്ട എന്ന് പറയുന്നത് കാരണം പാമ്പ് കൊത്തി കഴിഞ്ഞാൽ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും കൂടി അത് ബാധിക്കും, അവൾ മരിച്ചു പോകും. ഓക്കെ, അതേസമയം കൈ വെച്ച് എണ്ണയിൽ തിളച്ച എണ്ണയിൽ കൈ മുക്കിക്കഴിഞ്ഞാൽ കൈ മാത്രമേ പൊള്ളുകയുള്ളൂ, കുഞ്ഞിനൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അവളുടെ ഓപ്ഷൻ റീതിങ്ക് ചെയ്യാൻ അവളോട് പറയുന്നു. പക്ഷേ അവൾ അഡാമൻ്റായിട്ട് പറയുന്നു വേണ്ട, ഞാൻ ഈ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ എടുത്ത് ചൂസ് ചെയ്ത കാര്യത്തിൽ തന്നെ പോയിക്കോളാം എന്ന് പറയുന്നു. ഓക്കെ, സോ ഇവള് അങ്ങനെ അപ്പോൾ ഇവർ പിന്തിരിപ്പിക്കാൻ വില്ലേജ് എൽഡേഴ്സ് അപ്പണ്ണയുണ്ട് അവിടെ, ബാക്കി വില്ലേജ് എൽഡേഴ്സ് എല്ലാവരും ഉണ്ട്, ക്രൗഡുണ്ട്. അപ്പം ക്രൗഡെല്ലാം ഇത് കാണാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ വില്ലേജ് എൽഡേഴ്സ് ഇവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇവൾ പറയുന്നു ഇല്ല, ഈ ടെസ്റ്റ് ചെയ്തോളാം എന്ന് പറയുന്നു. പക്ഷേ ആസ് ഷീ അപ്രോച്ചസ് ദി ആൻഡ് ഹിൽ ഷീ സീസ് എ കോബ്ര ദർ. അവിടെ കോബ്രയെ കണ്ടിട്ട് ഇവൾ പേടിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇവൾ വിചാരിക്കുന്നു ഇതിലും നല്ലത് ഹോട്ട് അയൺ റോഡ് ഇരുമ്പിൻ്റെ ദണ്ട്, ഹോട്ടായിട്ടുള്ള ഇരുമ്പിൻ്റെ ദണ്ട് പിടിക്കുന്നതായിരിക്കും നല്ലത്, അത് മറ്റൊരു ഓപ്ഷനാണ്, അത് പിടിക്കുന്നതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ട് അത്
ആ ഓപ്ഷൻ സ്വീകരിക്കാമെന്ന് നമ്മൾ വില്ലേജ് എൽഡേഴ്സിനോട് പറയുന്നു. അപ്പോൾ വില്ലേജ് എൽഡേഴ്സ് ഹാപ്പി ആവും, ദേ ആർ റിലീവ്. പക്ഷേ ക്രൗഡ് ഡിസപ്പോയിൻറ്റഡ് ആവും. ക്രൗഡ് ഒരു സ്പെക്ടക്കിൾ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി പാമ്പിൻ്റെ മാളത്തിൽ കയറിയിട്ട് കുറച്ചും കൂടി എൻ്റർടൈനിങ് ആയതിന് എന്നുള്ളത് ആയതുകൊണ്ട് അവളത് റെഫ്യൂസ് ചെയ്യുമ്പോൾ ക്രൗഡ് ഇത്തിരി ഡിസപ്പോയിൻറ്റഡ് ആവും. അപ്പോൾ ആ സമയം കുരുടവ അവിടെ എൻട്രി ചെയ്യും. ഓക്കെ, സോ കുരുടവ ഇസ് ലൈക്ക് എ മദർലി ഫിഗർ ടു റാണി. അപ്പോൾ കപ്പണ്ണ ഇസ് മിസ്സിങ്. ഓക്കെ, സോ ഷീ സേസ് ടു എവറിബഡി that she is behaving like a mad woman. അവിടെ ചുറ്റും കൂടി നിൽക്കുന്നവരോട് പറയുന്നു, കപ്പണ്ണ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ ഒരു ലേഡി ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവനെ ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷെ ഇപ്പോൾ അവനെ ആ ലേഡി കൊണ്ടുപോയി. ഓക്കെ, ആ ഒരു ഗോസ്റ്റ് ലേഡി കൊണ്ടുപോയി എന്ന് പറയുന്നു. അപ്പോൾ റാണി ഇവരെ കാണുമ്പോൾ റാണി വളരെ സന്തോഷിച്ചിട്ട് ഒരു മോറൽ സപ്പോർട്ടിന് ഇവരുടെ അടുത്ത് എന്ത് ചൂസ് ചെയ്യണം എന്നറിയാൻ വേണ്ടി ഇവരുടെ അടുത്തേക്ക് വരുന്നു. പക്ഷേ ഇവർ റാണി പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഷീ ഈസ് വെൻറ്റിങ് ഔട്ട് ലൈക്ക് എ മാഡ് വുമൺ. ഓക്കെ, സോ അപ്പോൾ ഇവർ ഹെൽപ്പ് ചെയ്യില്ല എന്നറിഞ്ഞ് റാണി തിരിച്ച് തൻ്റെ ഓഡിയലിലേക്ക് പോകുന്നു. ഓക്കെ, ആൻഡ് ഷീ പ്രിഫേഴ്സ് ഡൂയിങ് ദി സ്നേക്ക് ഓഡിയൽ. ഓക്കെ, പാമ്പിൻ്റെ മാളത്തിൽ തന്നെ കൈയിട്ടോളാം എന്ന് പറഞ്ഞ് ഇവൾ പാമ്പിൻ്റെ മാളത്തിൽ കൈയിടുന്നു. അപ്പോൾ കൈയിടുമ്പോൾ ഷീ ടേക്സ് ദി കോബ്ര ഇൻ ഹർ ഹാൻഡ്സ് ആൻഡ് ദ കോബ്ര ഡസൻറ്റ് ബൈറ്റ് ഹർ. ഓക്കെ, സോ ഷീ സേസ് സിൻസ് കമ്മിങ് ടു ദിസ് വില്ലേജ് ഐ ഹാവ് ഹെൽഡ് ബൈ ദിസ് ഹാൻഡ് ഓൺലി 2, ദറ്റ് ഈസ് മൈ ഹസ്ബൻഡ് ആൻഡ് ദിസ് കോബ്ര. ഓക്കെ, ഈ വില്ലേജിൽ വരുന്നതിന് ശേഷം ഞാൻ എൻ്റെ ഈ കൈ കൊണ്ട് 2 പേരെ മാത്രമേ തൊട്ടിട്ടുള്ളൂ. ഇപ്പോൾ 2 പേരെന്ന് പറയുമ്പോൾ ക്രൗഡ് വളരെയധികം ഈഗർ ആവുകയാണ്, രണ്ടാമത്തെ ആളാരാ എന്നറിയാൻ. ഓക്കെ, സോ ഇവൾ പറയുന്നു, ഒന്ന് എൻ്റെ ഹസ്ബൻഡും, 2 ഈ കോബ്രയും. ഓക്കെ, വിച്ച് ഇസ് ഇൻ ഫാക്ട് ട്രൂ. ഷി ഹാസ് ഓൺലി ടച്ച്ഡ് ദി നാഗ. ഓക്കെ, സോ ആൻഡ് ഹസ്ബൻഡ്. ഓക്കെ, സോ ഇഫ് ഐ എം ലൈയിങ് ലെറ്റ് ദ കോബ്ര ബൈറ്റ് മീ. ഓക്കെ, ഞാൻ കള്ളം പറയുകയാണെങ്കിൽ ഈ കോബ്ര എന്നെ കടിച്ചോട്ടെ എന്ന് പറയുന്നു. ഓക്കെ, സോ ഈ കോബ്ര എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ കോബ്ര ഡസ് നോട്ട് ബൈറ്റ് ഹർ. ഇൻസ്റ്റഡ് ഇത് തലയുടെ മുകളിൽ വന്നിട്ടൊരു ഹുഡ് പോലെ വിരിഞ്ഞ് നിന്നിട്ട് ഇവളുടെ കഴുത്തിനിങ്ങനെ ചുറ്റുന്നു. ഓക്കെ, ഒന്നും ചെയ്യാതെ. അപ്പോൾ ദ ക്രൗഡ് ആൻഡ് ദ വില്ലേജ് എൽഡേഴ്സ് ആർ വെരി സർപ്രൈസ്ഡ് ആൻഡ് ദേ സ്റ്റാർട്ട് തിങ്കിങ് ഓഫ് ഹർ ആസ് എ ഗോഡസസ്. ഓക്കെ, ഇതൊരു ദേവിയാണ് എന്ന് പറഞ്ഞ് ഇവർ അപ്പണ്ണയോട് വേഗം എല്ലാവരും കൂടി കാലിൽ വീഴാൻ പറയുന്നു. അപ്പണ്ണയോട് കാലിൽ വീഴാൻ പറയുന്നു. എന്നിട്ട് പറയുന്നു, അപ്പണ്ണയുടെ ഭാഗ്യമാണ് ഇങ്ങനെയുള്ളൊരു ഭാര്യയെ കിട്ടിയത്, ഇതിൻ്റെ ഒരു പരീക്ഷണമായിരുന്നിരിക്കണം എന്നൊക്കെ അപ്പണ്ണയോട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് കോബ്ര എഴഞ്ഞ് തിരിച്ച് ആൻഡ് ഹില്ലിലേക്ക് കയറി പോകുന്നു. അപ്പണ്ണയെ വളരെയധികം ഷോവിനിസ്റ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. ആൻഡ് നാഗ ക്യാൻ ബി സീൻ ആസ് ഫാലിക് കൊണോട്ടേഷൻ. ഓക്കെ, അപ്പണ്ണയുടെ ഒരു സെക്ഷൽ സൈഡ് അല്ലെങ്കിൽ ഓട്ടോ പേഴ്സണാലിറ്റി ആയിട്ട് വേണമെങ്കിൽ നാഗയെ കാണാം. സോ ഇതിൻ്റെ സിമ്പിൾസ് പറയുന്നത് ദ ടേം റാണി എന്നുള്ള പേര് ക്വീൻ എന്നാണ്. ഓക്കെ, ഇത് വളരെ ഐറോണിക്കലാണ്. വൈ? ബിക്കോസ് ക്വീൻ എന്ന് പേരിട്ടിട്ട് കൂടിയും അവൾക്കൊരു ക്വീൻലി ലൈഫല്ല ലഭിക്കുന്നത്. അപ്പണ്ണ മീനിങ് എനി മാൻ, കപ്പണ്ണ മീനിങ് വൺ വിത്ത് ഡാർക്ക് കോംപ്ലക്ഷൻ. ഓക്കെ, അതാണ് കപ്പണ്ണ എന്ന പേര്. കുരുടവ മീനിങ് ആ പേരുള്ളതുപോലെ തന്നെ ബ്ലൈൻഡ് പേഴ്സൺ. ഈ ടെമ്പിൾ തുടങ്ങുമ്പോൾ ഉള്ള ടെമ്പിൾ ശരിക്കും റാണിയുടെ വീടും ജീവിതത്തെയും തന്നെ സിംബലൈസ് ചെയ്യുന്നതാണ്. വളരെ ഡയലാപ്പിലേറ്റഡ് ആണ്. അവരുടെ മാരേജ് തന്നെ വളരെയധികം നശിച്ച് ഇരിക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, അതുപോലെ ഈ ടെമ്പിളിലുള്ളൊരു ഡിസ്ട്രോയിഡ് ഐഡിൽ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് മേ ബി റാണി തന്നെ ആവാം എന്ന് പറയുന്നു. ഓക്കെ, റാണി പിന്നീട് നാട്ടുകാരെല്ലാവരും ഗോഡസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്നേക്കിനെ ഫെർട്ടിലിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം, സെക്ഷുവൽ സിമ്പിളായിട്ട് അസോസിയേറ്റ് ചെയ്യാം. ഇവിടെ സ്റ്റോറിയെ പെർസോണിഫൈ ചെയ്യുന്നു, ഫ്ലെയിംസിനെ പെർസോണിഫൈ ചെയ്യുന്നു. പിന്നെ തിയേറ്ററിക്കൽ ടെക്നീക്സ് യൂസ് ചെയ്തിരിക്കുന്ന പ്ലേ വിത്തിൻ ദ പ്ലേ ഉണ്ട്. ഈ സ്റ്റോറിക്കകത്ത് ഫ്ലെയിംസ്, ഈ സ്റ്റോറിക്കകത്ത് ഒരു ഫ്ലെയിംസും സ്റ്റോറി ടെല്ലറും ലൈക്ക് സ്റ്റോറി ആൻഡ് ദ സോങ്ങും പറയുന്ന കഥകളും എല്ലാമായിട്ട് ഒരു പ്ലേ വിത്തിൻ ദ പ്ലേ ഉണ്ട്. ഫ്രീസിങ് ഉണ്ട്. ദെൻ മൈമിങ് ഉണ്ട്. മൈമിങ് ഇൻ ദ സെൻസ് മുഖമൊക്കെ കഴുകുന്നത് അങ്ങനെ മൈം ചെയ്ത് കാണിച്ചിട്ടാണ് മുഖം കഴുകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓഡിയൻസുമായിട്ട് ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഡബിൾ റോൾ വരുന്നുണ്ട്. ഒരു മിത്തിക്കൽ ക്യാൻവസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് തിയേറ്ററിക്കൽ ടെക്നീക്സ് യൂസ് ചെയ്തിരിക്കുന്നത്. റാണി യൂസ് ചെയ്തിരിക്കുന്ന റൂട്ട്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്മോൾ റൂട്ടും ലാർജസ്റ്റ് റൂട്ടുമാണ് റാണി രണ്ടാമത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ 2-3 കാര്യങ്ങളും കൂടി. കർണാടിൻ്റെ മദറിൻ്റെ പേര് എക്സാമിന് ചോദിച്ചിരുന്നതാണെന്ന് തോന്നുന്നു. കൃഷ്ണബായി നീ മണിക്കാർ. കൃഷ്ണബായി നീ മണിക്കാർ, NEE
Manikar. Father Dr. Raghunath Karnad. And the name of Karnad's wife is Dr. Saraswati Ganapati. Okay. And Karnad was also elected as a president of Oxford Union between 1962 and 63. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര് ആധാത ആയുഷ ദിസ് ലൈഫ് അറ്റ് പ്ലേ എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന് രാജ്യോത്സവ അവാർഡ് എന്ന് പറയുന്ന ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട് 1970. ഇത്രയും കാര്യങ്ങളാണ് കർണാടിനെ കുറിച്ചുള്ളത്. ഹോപ്പ് ഐ ഹാവ് ബീൻ ഏബിൾ ടു പ്രൊവൈഡ് സം ലൈറ്റ് അപ്പോൺ the story, the play Nagamandala, and I'm sorry if I have committed some errors while narrating the story to you or any part of it. Okay, thank you. In Act 2, Rani is sitting in a corner and അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു കണ്ടീഷൻ അനുസരിച്ച് നാഗ എപ്പോഴും പിറ്റേന്ന് രാവിലെ നാഗ പോകാറാകുമ്പോൾ നാഗ എപ്പോഴും പറയുന്നത്, ഞാൻ ബാത്റൂമിലേക്ക് പോകുമ്പോൾ കുറച്ച് നേരത്തേക്ക് നീ പുറത്തേക്കൊന്നും നോക്കരുത്, നീ ഇവിടെ തന്നെ ഇരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം റാണി വളരെ ഒബീഡിയൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പം റാണി ഇതൊക്കെ പറഞ്ഞ് അനുസരിക്കുന്നുണ്ട്. ഓക്കെ. സോ കപ്പണ്ണയും കുരുടവയും അന്ന് അവിടെ വരുന്നു, പകലാകുമ്പോൾ അവിടേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ ഇവർ പുറത്ത് ഒരു ഡോഗ് ചത്ത് കിടക്കുന്നത് കാണുന്നു. അപ്പോൾ അതുപോലെ തന്നെ വീട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്, പക്ഷേ വീടിനകത്ത് ഒരു ആണിൻ്റെ കാൽപ്പെരുമാറ്റം ഇവരിങ്ങനെ കേൾക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇവർക്ക് സംശയം തോന്നി അപ്പണ്ണ അകത്ത് തിരിച്ചു വന്നോ എന്ന്, ഇവരുടെ റൂട്ടൊക്കെ ഇഫക്റ്റീവ് ആയോ എന്നറിയാൻ വേണ്ടി കുരുരവ പറഞ്ഞിട്ട് കപ്പണ്ണ അകത്തേക്ക് നോക്കുകയും തിരിച്ച് തന്നെ ഇങ്ങോട്ട് സ്റ്റേ ബാക്ക് ചെയ്യുന്നതൊരു കോബ്രയാണ്. കപ്പണ്ണ അകത്തേക്ക് നോക്കുമ്പോൾ അകത്തുനിന്ന് കാണുന്ന ഒരു കോബ്രയാണ്. അപ്പോൾ ഇത് കണ്ട് ഇയാൾ പേടിച്ച് ബഹളം വെക്കുകയും ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഒരു കോബ്ര പെട്ടെന്ന് വീട്ടിനകത്തുനിന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് റാണി പേടിച്ച് വേഗം ബാത്റൂമിലേക്ക് പോകുന്നു. പക്ഷേ ബാത്റൂമിൽ അപ്പണ്ണയെ കാണുന്നില്ല. അപ്പണ്ണയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്നറിയാൻ ബാത്റൂമിലേക്ക് പോകുന്നു. അപ്പോൾ അപ്പണ്ണയെ കാണുന്നില്ല, അപ്പണ്ണ പോയി എന്നിവൾക്ക് മനസ്സിലാവുന്നു. ഓക്കെ. അപ്പോൾ ഇവൾ കുരുടവയോട് ഇൻഫോം ചെയ്യാണ്, ഞാനൊരു ഒരു മാരീഡ് വുമൻ്റെ ലൈഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ദാറ്റ് മീൻസ് ദേ ഹാവ് കൺസ്യൂമേറ്റഡ് ദ മാരേജ് എന്ന് ഇൻഫോം ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ റൂട്ടിൻ്റെ സഹായത്താലാണ് എന്ന് പറയുന്നു. ഓക്കെ. സോ അന്ന് ഉച്ചയ്ക്ക് അപ്പണ്ണ വരുമ്പോൾ അവിടെ ഈ ഡോഗ് ചത്ത് കിടക്കുന്ന കാണുന്നു. അപ്പോൾ ഇയാൾ ഇതിനെ പോയി ബറി ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ. എന്നിട്ട് പകരം ഇയാൾ പോയി ഒരു മങ്കൂസിനെ, പാമ്പ് കാരണമാണ് മരിച്ചതെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഈ പാമ്പിനെ പിടിക്കാനായിട്ടൊരു മങ്കൂസിനെ കൊണ്ടുവന്ന് നിർത്തുന്നു. ഓക്കെ. പക്ഷേ പിറ്റേന്നാകുമ്പോൾ ഈ മങ്കൂസ് വീണ്ടും ഈ കോബ്ര രാത്രി ഇവളെ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഈ മങ്കൂസ് കോബ്രയെ അറ്റാക്ക് ചെയ്യുന്നു. ഇവർ തമ്മിലുള്ള ഫൈറ്റിൽ മങ്കൂസ് മരിക്കുകയും പക്ഷെ മങ്കൂസിൻ്റെ വാ നിറച്ചും ദർ ഇസ് ഫ്ലഷ് ഇൻ ഇറ്റ്സ് ക്ലോസ്. അതിൻ്റെ കയ്യിലും വായിലുമൊക്കെ സ്നേക്ക് സ്കിന്നൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ കോബ്രയ്ക്ക് വളരെയധികം ദാരുണമായിട്ട് പരുക്കുകൾ സംഭവിച്ചു എന്നർത്ഥം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാഗ രണ്ടാഴ്ചയോളം റാണിയെ വിസിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ റാണി പകൽ മാത്രം അപ്പണ്ണ വരുന്നു, പക്ഷേ ഭാര്യ ശ്രദ്ധിക്കാതെ ഇയാൾ പോകുന്നു. അപ്പോൾ റാണി 2 ആഴ്ചത്തോളം രാത്രികൾ വരുന്നില്ല. അപ്പോൾ റാണി സങ്കടപ്പെട്ട് കഴിയുന്നു. ഓക്കെ. അതിന് 2 ആഴ്ച ശേഷം ഈ നാഗ അപ്പണ്ണയായിട്ട് വരികയാണ് രാത്രി. അപ്പോൾ ഇവളെ മുറിവുകളൊക്കെ പറ്റിയിട്ട് എന്ത് പറ്റിയെന്നൊന്നും ചോദിക്കുന്നില്ല, ഓയിൻമെൻറ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അന്ന് രാത്രിയിൽ ഇങ്ങനെ റാണി ഇങ്ങനെ പറയുകയാണ്, താൻ പ്രഗ്നൻ്റ് ആണ് എന്നിങ്ങനെ നാഗയോട് പറയുകയും നാഗ വളരെയധികം ഷോക്ക്ഡ് ആവുന്നു. ഓക്കെ. ഹി ഈസ് നോട്ട് ഹാപ്പി വിത്ത് ദ ഫാക്ട് ദാറ്റ് ഷീ ഈസ് പ്രഗ്നൻ്റ് ആൻഡ് ഷീ ഈസ് ക്യാരിയിങ് എ ബേബി. ഓക്കെ. സോ നാഗ പറയുകയാണ്, ഇവളോടൊരു വിയേർഡ് റിക്വസ്റ്റ് നടത്തും. ദാറ്റ് ഈസ് ഹി ആസ്ക് നോട്ട് ടു റിവീൽ ദിസ് ടു ഹിം. ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ തന്നോട് ഇനി തന്നെ കാണുകയാണെങ്കിൽ, ഇനി യഥാർത്ഥ അപ്പണ്ണെ കാണുകയാണെങ്കിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇനി തന്നെ കാണുകയാണെങ്കിൽ ഈ പ്രഗ്നൻസിയുടെ കാര്യം തന്നോട് പറയരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ. സോ റാണി ഈസ് നൗ ആംഗ്രി. ഓക്കെ. റാണി പറയുന്നു, ഞാൻ ഇങ്ങനെ എന്നോട് അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഡു നോട്ട് തിങ്ക് ദാറ്റ് ഐ ആം എ പാരറ്റ് ഓർ എ ക്യാറ്റ് ഓർ എ സ്പാരോ എന്ന് പറയുന്നു. ഓക്കെ. ഞാൻ ഇത്ര സബ്സർവിയൻ്റ് ആണ്, അല്ലെങ്കിൽ പറയുന്നതെല്ലാം അപ്പടി ഞാൻ ഒന്നും ചോദിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ ഒരു പെറ്റാണ് എന്ന് കരുതരുതെന്ന് പറഞ്ഞ് റാണി ദേഷ്യപ്പെടുന്നു. ഓക്കെ. എന്നിട്ട് പറയുന്നു, എനിക്ക് കുഞ്ഞിനെ വേണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവർ കത്തി എടുത്തു കൊടുക്കുന്നു, ഇപ്പോൾ തന്നെ ഇതിനെ കൊന്നു കളഞ്ഞേക്കും. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ കുരുടവയുടെ ഹെൽപ്പോടുകൂടി ഒരു അബോർഷൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുകയാണ്.
ഒരു വേർബൽ ഫൈറ്റ് ഉണ്ടാകുകയാണ്. അപ്പോൾ അങ്ങനെ നാഗ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നു. ഓക്കെ, പോകാൻ വേണ്ടി പോകുമ്പോൾ ദർ ഇസ് എ തിയേറ്ററിക്കൽ ടെക്നീക്ക് യൂസ് ദാറ്റ് ഈസ് നാഗ പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്കും സ്റ്റേജിൽ ലൈറ്റ് ഓൺ ആവുകയും, ഇപ്പോൾ രാത്രിയാണ്, സ്റ്റേജിൽ പെട്ടെന്ന് ലൈറ്റ് ഓൺ ആവുകയും നാഗയും റാണിയും സ്റ്റേജിൽ ഫ്രീസ് ചെയ്യുന്നു. നാഗ അപ്പണ്ണയുടെ രൂപത്തിലാണ്. സ്റ്റേജിൽ നാഗയും റാണിയും ഫ്രീസ് ചെയ്യുന്നു. ഈ നാഗ പെട്ടെന്ന് തന്നെ അപ്പണ്ണയെ മാറുന്നു. അപ്പോൾ അപ്പണ്ണ എങ്ങനെയോ ഇവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അപ്പോൾ അതൊരു സീനിൻ്റെ ഷിഫ്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ അപ്പണ്ണ ഇവൾ പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലാക്കുന്നു. അപ്പണ്ണ ഇവിടെ ഒരു ഹാർലെറ്റ്, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടെന്ന് വിളിച്ചിട്ട് ഇവളെ മുടിയിൽ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയും എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് തല്ലുകയും ചെയ്യുന്നു. അപ്പോൾ നാട്ടുകാരൊക്കെ അവിടെ ഓടിക്കൂടി എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഇവളെ അടിക്കുന്നത് കേട്ടിട്ട് പെട്ടെന്ന് ഈ കോബ്ര ഒക്കെ നാഗ അവിടെ എത്തുകയും ഹിസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് കണ്ട് പേടിച്ച് അപ്പണ്ണ വേഗം ഈ കോബ്രയുടെ നേരെ കല്ലെറിയുന്നു. അപ്പോൾ റാണി ഈ സമയം കൊണ്ട് അകത്ത് പോയി റൂം ലോക്ക് ചെയ്യുന്നു. ഓക്കെ, സോ അന്ന് രാത്രി അപ്പോൾ ഇവൾ അകത്തിരുന്ന് കരയാണ്. അപ്പോൾ അന്ന് രാത്രി വീണ്ടും നാഗ വിസിറ്റ് ചെയ്യാൻ വരുന്നു. അപ്പോൾ ഇവൾക്ക് മനസ്സിലാകുന്നില്ല നാഗയുടെ സ്ട്രേഞ്ച് ബിഹേവിയർ. ഓക്കെ, അപ്പോൾ ഇത്രയും നാട്ടുകാരുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ എന്തിനാണ് ഇങ്ങനെ അബ്യൂസ് ചെയ്തത് എന്ന് ഇവളിങ്ങനെ ചോദിക്കുന്നുണ്ട്. റിമൈനിങ് ജീവിതം ഭാര്യയെ സന്തുഷ്ടയാക്കി കഴിയാൻ പറഞ്ഞിട്ട് വില്ലേജ് എൽഡേഴ്സ് ഇവരെ കൂടെ വിടുകയാണ്. ഓക്കെ, സോ ഇത്രയുമാണ്. അപ്പോൾ അങ്ങനെ ഇവർ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. റാണി അവൾ അത്രയും നാൾ ആഗ്രഹിച്ചിരുന്ന എല്ലാം റാണിക്ക് കിട്ടുന്നു. അപ്പണ്ണ കോൺക്യുബൈനെ വിസിറ്റ് ചെയ്യുന്നത് നിർത്തുന്നു. ഈ കോൺക്യുബൈൻ ഇനി മുതൽ റാണിയുടെ സെർവൻ്റ് ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട് കോൺക്യുബൈനൊക്കെ ഉണ്ട് അവിടെ ഈ ഓഡിയോ നടക്കുന്ന സമയത്ത്. അപ്പോൾ താൻ ഇനി മുതൽ റാണിയുടെ സെർവൻ്റ് ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട് കോൺക്യുബൈൻ ഇവരുടെ സെർവൻ്റ് ആവുന്നു. അപ്പണ്ണയും വൈഫും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. ഓക്കെ, ഒരു സണ്ണിന് റാണി ജന്മം നൽകുന്നു. അങ്ങനെ ഒരു ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇങ്ങനെയാണ് സ്റ്റോറി ആൻഡ് ദ സോങ്ങിലെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇത് കേട്ടിട്ട് ഈ പ്ലേ റൈറ്റിന് വലിയ ഹാപ്പി ആവില്ല. അപ്പോൾ പ്ലേ റൈറ്റ് പറയുന്നത് കുറേ ലൂസൻസ് ഉണ്ട്. ഓക്കെ, കപ്പണ്ണയ്ക്ക് എന്ത് സംഭവിച്ചു, കുരുടവയുടെ മകൻ കപ്പണ്ണയുടെ ഡിസപ്പിയറൻസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. നാഗയ്ക്ക് പിന്നീട് എന്ത് പറ്റിയെന്ന് പറയുന്നില്ല എന്നൊക്കെ പറയുന്നു. ഓക്കെ, അപ്പോൾ പറയുന്നു ഇതിന് പകരം ഞാനൊരു ഓൾട്ടർനേറ്റ് എൻഡിങ് പ്രൊവൈഡ് ചെയ്യാം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞിട്ട് ഈ പ്ലേ റൈറ്റ് ഒരു ഓൾട്ടർനേറ്റീവ് എൻഡിങ് പ്രൊവൈഡ് ചെയ്യാണ്. സോ ആദ്യത്തെ ഓൾട്ടർനേറ്റീവ് എൻഡിങ് അപ്പണ്ണയും റാണിയും ഹാപ്പി ആയിട്ട് കുഞ്ഞുമായിട്ട് ജീവിക്കുന്നു. രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് എൻഡിങ് പ്ലേ റൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഓൾട്ടർനേറ്റീവ് എൻഡിങ് ആണ്. ദാറ്റ് ഈസ് ദ കോബ്ര കംസ് ടു സീ ഹർ വൺസ് അഗൈൻ ആൻഡ് ഹി സീ റാണി സ്ലീപ്പിംഗ് നെക്സ്റ്റ് ടു അപ്പണ്ണ. ഓക്കെ, സോ ഹി ഈസ് വെരി മച്ച് ജലസ് ആൻഡ് ഇവരാരെങ്കിലും കൊല്ലണം എന്ന് വിചാരിക്കുന്നു. താനോ ഈ അപ്പണ്ണയോ മരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ കോബ്ര വിചാരിക്കുന്നു എന്തിന് അപ്പണ്ണയെ കൊല്ലണം, റാണി മരിക്കട്ടെ. ഓക്കെ, ആൻഡ് ഹി തിങ്ക് ഓഫ് ബൈറ്റിംഗ് ഹർ ആൻഡ് കില്ലിങ് ഹർ. ഓക്കെ, പക്ഷേ വാട്ട് ഹാപ്പൻസ് ഇസ് കോബ്ര കൊത്താൻ വരുമ്പോഴേക്കും കോബ്ര റിയലൈസ് ചെയ്യാണ് താൻ റാണി അത്രമേൽ സ്നേഹിക്കുന്നത് കാരണം തൻ്റെ ലിപ്സ് സീൽഡായിപ്പോയി, തൻ്റെ ഉള്ളിലെ പോയിസണൊക്കെ വറ്റിപ്പോയി എന്ന് മനസ്സിലാക്കുകയാണ്. ഓക്കെ, so the Naga calls her my dark snake princess. Okay, so the cobra decides to summon his magical powers and the last remaining power യൂസ് ചെയ്തിട്ട് വളരെ ചെറുതായി മാറുന്നു. എന്നിട്ട് ഇവളുടെ മുടിയിഴകളിൽ വന്ന് ഒളിച്ചിരിക്കുന്നു. ഓക്കെ, സോ എന്നിട്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് റാണി എഴുന്നേൽക്കുമ്പോൾ മുടിക്ക് വളരെയധികം ഭാരം ഫീൽ ചെയ്യുകയും മുടി കോംബ് ചെയ്യാൻ നോക്കിയിട്ട് ശ്രമിച്ചിട്ട് പറ്റാതാവുകയും അപ്പണ്ണയോട് കോംബ് ചെയ്യാൻ പറയുകയും ചെയ്യുന്നു. അപ്പോൾ അപ്പണ്ണ കോംബ് ചെയ്യുമ്പോൾ ഒരു ഡെഡ് കോബ്ര അവളുടെ മുടിയിൽ നിന്ന് താഴേക്ക് വീഴുന്നു. അപ്പോൾ അപ്പണ്ണ വീണ്ടും റാണിയെ ഗോഡസസ് ആയിട്ട് പറയുകയാണ്, നീ നമ്മളുടെ കുഞ്ഞിനെ രക്ഷിച്ചു എന്നിങ്ങനെ പറയുന്നു. അവിടെ വെച്ചാണ് രണ്ടാമത്തെ എൻഡിങ് സംഭവിക്കുന്നത്. സോ റാണി നൗ വോൺസ് എ കോബ്ര ടു ബി റിച്വലി ക്രിമേറ്റഡ്. അപ്പോൾ റാണി പറയാണ്, ഈ കോബ്ര നമ്മുടെ കുഞ്ഞിനെ ഒന്നും ചെയ്തില്ലല്ലോ, ഇത് നമ്മളെ രക്ഷിച്ചു. അപ്പോൾ ഒരച്ഛന് കോബ്രയെ ഈ കുട്ടിയോട് പറയാണ് കോബ്രയെ അച്ഛനായിട്ട് കാണുകയും ഈ കുട്ടി ഒരച്ഛന് ചെയ്യുന്ന ക്രിയകൾ ചെയ്തിട്ട് വേണം ദഹിപ്പിക്കാൻ, ക്രിമേറ്റ് ചെയ്യാൻ എന്നിങ്ങനെ പറയുകയാണ്. ഓക്കെ, സോ അത് അപ്പോൾ അപ്പണ്ണ ചോദിക്കുന്നുണ്ട്, ഇസ് ഇറ്റ് ഗോയിങ് ടു ഫാർ,
ഓക്കെ. ഹിസ് ഫാദർ ഇസ് സ്റ്റിൽ അലൈവ്, ദെൻ വൈ ഷുഡ് ഹി ഡു ദിസ് എന്ന് പറയുന്നു. അപ്പോൾ റാണി പറയാണ് പ്ലീസ് ഡോണ്ട് സേ നോ, ആൻഡ് അപ്പർണ അഗ്രീസ് ടു ഇറ്റ്. ഓക്കെ. സോ റാണി സംടൈംസ് ഇൻ ഹർ ഇൻറ്റേർണൽ മൈൻഡ് ഷീ മൈറ്റ് നോ ദാറ്റ് ദിസ് കോബ്ര ഇസ് ആക്ച്വലി ദി ഫാദർ ഓഫ് എ സൺ. അതുകൊണ്ടായിരിക്കാം റാണി അങ്ങനെ പറയുന്നത്. ഒരച്ഛന് നമ്മുടെ മകൻ വേണം എല്ലാ ക്രിയകളും ചെയ്യാൻ. ഒരച്ഛന് മരിച്ചാൽ ചെയ്യേണ്ട ക്രിയകളൊക്കെ ചെയ്തിട്ട് വേണം ക്രിമേറ്റ് ചെയ്യാൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ഓക്കെ. ഇത്രയും പറഞ്ഞിട്ട് ഇവൾ റാണി ആ കോബ്രയെ എടുത്ത് തൻ്റെ കവിളിലേക്ക് ചേർത്ത് വെക്കുന്നു. അവിടെയാണ് സെക്കൻഡ് എൻഡിങ് സംഭവിക്കുന്നത്, സ്റ്റോറിയുടെ സെക്കൻഡ് എൻഡിങ്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഇത് കേട്ടിട്ട് സ്റ്റോറി പോകുന്നു. ബട്ട് ദ ഫ്ലെയിംസ് ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് എൻഡിങ് പ്രൊവൈഡ് ബൈ ദ പ്ലേ റൈറ്റ്. ഓക്കെ. സോ ദ പ്ലേ റൈറ്റ് അറ്റംപ്റ്റ്സ് അനദർ എൻഡിങ്, ഒരു തേർഡ് എൻഡിങ്ങും കൂടി പ്ലേ റൈറ്റ് പറയുന്നു. തേർഡ് എൻഡിങ് എന്താണെന്ന് വെച്ചാൽ ഇവരിതുപോലെ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഈ പാമ്പ് ചെറുതായി വന്ന് റാണിയുടെ മുടിയിൽ വീണ്ടും ഒളിച്ചിരിക്കുന്നു. അപ്പോൾ ഒളിച്ചിരുന്ന് റാണി എഴുന്നേറ്റ് കഴിഞ്ഞ് മുടി ഇതുപോലെ ചെയ്യുമ്പോൾ താഴേക്ക് തെറിച്ച് വീഴുന്ന പാമ്പ് ഇറ്റ്സ് നോട്ട് ഡെഡ്. ഓക്കെ. സോ ദ സ്മോൾ സ്നേക്ക് ഫോൾസ് ഓൺ ടു ദ ഗ്രൗണ്ട്. അപ്പോൾ അപ്പണ്ണ ഇതിനെ കാണുമ്പോൾ പേടിക്കുക, അതിനെ കൊല്ലാനായിട്ട് വടിയെടുക്കാനായിട്ട് ഓടുകയും ചെയ്യുന്നു. അപ്പോൾ റാണി വേഗം അതിനെ എടുത്തിട്ട് തിരിച്ച് തൻ്റെ മുടിയിലേക്ക് തിരികെ വയ്ക്കുന്നു. ഓക്കെ. എന്നിട്ട് റാണി പറയാണ് ഈ സ്നേക്കിനോട് ആദ്യം എസ്കേപ്പ് ചെയ്യാൻ പറയുന്നു അപ്പണോ വടിയെടുക്കാൻ പോകുന്ന സമയത്ത്. അപ്പോൾ സ്നേക്ക് അത് റെഫ്യൂസ് ചെയ്യുമ്പോഴേക്കും റാണി വീണ്ടും സ്നേക്കിനെ എടുത്ത് തൻ്റെ മുടിയിലേക്ക് കയറ്റി വയ്ക്കുന്നു. എന്നിട്ട് ഇനി ലൈഫ് ലോങ് അവിടെ താമസിച്ചോളാം. തന്നെ ഷീ ആസ്ക് ടു ഹൈഡ് ഇൻ ഹർ hair and live there. Okay. So she says this hair is a symbol of my wedded bliss and live in these hairs happily forever എന്നിങ്ങനെ സ്നേക്കിനോട് പറയാണ്. സോ when Appanna returns and when he doesn't see the Rani says that the snake has gone to the അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് ഇഴഞ്ഞു പോയി എന്ന് പറയുന്നു. ഓക്കെ. സോ ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ തേർഡ് എൻഡിങ്. So these are the alternative endings to the story. Okay. So ഒരു മോഡേൺ മാൻ്റെ ഡിലേമ, ഐഡൻറ്റിറ്റി ക്രൈസിസ് അല്ലെങ്കിൽ ലോൺലിനെസ് ഇതിനെയൊക്കെ വരച്ച് കാട്ടുന്ന ഒരു പ്ലേ ആണിത്. അപ്പോൾ ഇതിൽ സിമ്പിൾസ് യൂസ് ചെയ്തിരിക്കുന്ന 3 എൻഡിങ്സ് ഉണ്ട്. ദീസ് 3 എൻഡിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ്.